ഹലോ, ഹായ് എവ്രിവൺ. ഞാനേ 8:30 ലൈവ് വരാമെന്ന് പറഞ്ഞതാണേ. അപ്പം കുറച്ചൊന്ന് ഡിലേ ആയിപ്പോയി. ഞാൻ ഓൾറെഡി ഒരു 6 o'clock കഴിഞ്ഞപ്പോൾ ലൈവ് വന്നിരുന്നതായിരുന്നു. കുറച്ചു നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ പോയി. അപ്പോൾ അതെ, ഓക്കെ 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 ഞാൻ കുറച്ചൊന്ന് ഡിലേ ആയിപ്പോയി. എനിക്കൊരു കോൾ വന്ന് ഞാൻ അതിനകത്തുനിന്ന് ആയിപ്പോയി, അതാണ്. അതെ 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 ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കെതിരെ വന്ന വലിയൊരു അലിഗേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ MDMA ഉപയോഗിച്ചു, MDMA ക്യാരിയറായി, അതുപോലെ MDMA അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് വന്നു, അവർക്ക് കൊടുത്തു ഇവർക്ക് കൊടുത്തു, അവരോട് തിന്നാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അവരിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന സമയത്ത് എനിക്കെതിരെ വലിയ രീതിയിലുള്ള ബുള്ളിങ്, സൈബർ ബുള്ളിങ്, ഒബ്വിയസ്ലി അത് എനിക്ക് നല്ല രീതിയിൽ ശത്രുക്കളുണ്ടെന്ന് പറയുന്നത് എങ്ങനെ, ഞാൻ പൊളിറ്റിക്സ് പറയുന്നത് കൊണ്ടിട്ട്, ഞാൻ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എവിടെയും വിളിച്ചു പോവും, സംസാരിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ പേരിൽ ഞാൻ ആക്രമിക്കപ്പെടുന്നത് ചില്ലറ രീതിയിലൊന്നുമല്ല. മേ ബി എനിക്കിത് വേണം എന്ന് വെച്ചാൽ, നമ്മളുടെ ആക്ടിവിറ്റികളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പുറത്ത് നമ്മൾക്കൊരു മുഖവും, നമ്മളെ ഇന്റേണലി നമ്മൾ എന്താ പറഞ്ഞേ, നമ്മൾ ഭയങ്കര സ്നേഹമുള്ള ഒരാൾ, എല്ലാവരെയും സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഇത്ര ഹെൽപ്പൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ കുറേ പഴികൾ കേൾക്കേണ്ടി വരുന്നു, ജീവിതത്തിൽ കുറെ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 15 കൊല്ലമായി ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ട്. അപ്പം എത്രയോ കാലങ്ങൾക്ക് മുമ്പേ എനിക്കെതിരെ പലതരത്തിൽ കേസുകൾ, അതായത് ഞാൻ മോശക്കാരിയാണെന്ന് തുടങ്ങി വളരെ വൃത്തികെട്ട രീതിയിലുള്ള പല പല അലിഗേഷൻസുകൾ എനിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്കൊന്നും സോഷ്യൽ മീഡിയ കുറേ കൂടെ സജീവമായത് കൊണ്ടിട്ടായിരിക്കും നമുക്ക് ഈ സോഷ്യൽ ബുള്ളിങ് ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയതെന്ന് തോന്നുന്നു. അപ്പം ഏത് കാറ്റഗറിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്തും അതത് സമയത്തുണ്ടായിരുന്ന സോഷ്യൽ സ്പേസുകളിൽ ഈ വിഷയങ്ങളല്ല, പല വിഷയങ്ങളും എനിക്കെതിരെ പലതരത്തിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ പേരിൽ, ഞാൻ പ്രതികരിക്കുന്നതിൻ്റെ പേരിൽ, ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികയായിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾ, കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ മറ്റു പൊളിറ്റിക്കൽ ടീമുകൾക്ക്, ഇപ്പം കോൺഗ്രസ്സുകാർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ബി ജെ പിക്കാരാണ് കൂടുതൽ, അവർക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ എൻ്റെ അടുത്തുണ്ടായിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്കൊരു എന്താ പറയുക, എനിക്കതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം പൊളിറ്റിക്സ് എപ്പോഴും നമ്മൾ തുറന്നു പറയുന്ന സമയത്ത് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും, ഒബ്വിയസ്ലി. അപ്പം ഞാൻ അതിനങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം സൈബർ ഇടത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ഭൂരിഭാഗമുള്ളതും BJP അനുഭാവികളായിട്ടുള്ള ആളുകളും, അതുപോലെ തീവ്ര മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളും, അതുപോലെ മെനിനിസ്റ്റ് ടീമുകളും എന്നെ പർപ്പസ്ഫുള്ളി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ടാലും ഞാനൊരു വീഡിയോ ഇട്ടാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരുന്ന ചില കമൻസുകളും ചില സാഹചര്യങ്ങളൊക്കെ അത് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം എല്ലാവരും ഇരുന്നുകൊണ്ട് പറയും, അവർ നടത്തിയ ആരോപണത്തിൽ ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അവരുടെ ഒരു ആരോപണം ഏതെങ്കിലും രീതിയിൽ അവരൊരു പ്രൂഫ് നിങ്ങളെ മുന്നിൽ കാണിച്ചിട്ടാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇവിടെ ഇരുന്നത്, ഇപ്പം എനിക്ക് ഒരുപാട് ആളുകൾ എനിക്ക് ഇതിടുന്നു, നിമിഷ നിങ്ങൾ MDMA ആണ് എന്ന് ഞാൻ പറയുകയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഞാനൊരു പ്രൂഫ് പോലും സബ്മിറ്റ് ചെയ്യാതെ നമ്മൾ ഇത്തരത്തിലൊരു അലിഗേഷൻ ചെയ്യുന്ന സമയത്ത്, കിട്ടി, ദിയാസനെ അടിക്കാനുള്ള ആയുധം കിട്ടി, ദിയാസനെ അങ്ങ് ആക്രമിച്ച് ഇല്ലാതാക്കി കളയാം, എന്നാൽ ദിയാസനയ്ക്ക് കൊടുക്കാനുള്ളത് മുഴുവനും അങ്ങ് കൊടുക്കാം എന്നും പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ അങ്ങനെ അത് അടികിട്ടുമെന്ന ഒരു ഭയവും എനിക്കില്ല. പക്ഷെ എനിക്ക് സമൂഹത്തെ ബോധിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം എന്നെ ചോദ്യം ചെയ്യുന്നത് പബ്ലിക്കാണ്. അപ്പോൾ ഞാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് നിങ്ങളെ മുമ്പിൽ ആൻസർ നൽകാൻ. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഞാൻ പറയുന്ന വിഷയങ്ങൾ ഭയങ്കര മോശപ്പെട്ട കാട്ടപരാധങ്ങളാണെന്നറിയാം. ഓൾറെഡി നമ്മളോട് ഇഷ്ടമില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ടാവും. അവർക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ക്ലാപ്പ് ചെയ്ത് കൊട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു ആക്സസ് കൂടിയാണ് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്.
അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ അലിഗേഷൻ വെച്ചാൽ ഞാൻ ഇരുന്നുകൊണ്ട് പറയട്ടെ, സജ്ന നൂറിന് HIV പോസിറ്റീവ് ആണെന്ന് ഒരു പ്രാവശ്യം അവൾ അന്വേഷിക്കണം, ചെക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇയാൾ ഭയങ്കര പ്രശ്നമാണ്, ഇയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ റസുൽ പൂക്കുട്ടി ഒരുപാട് പെണ്ണുങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, എടി ഇവൾക്ക് ആയിട്ടാണ് ഇയാളുടെ റിലേഷൻഷിപ്പ്. അത് നിങ്ങൾ ആ ഓഡിയോ കേട്ടിട്ടുണ്ടാവും. അത്രയും ആളുകളുടെ റിലേഷൻഷിപ്പ് ഉണ്ട്, അപ്പൊ എനിക്ക് വല്ല അസുഖം വരുമെന്നൊരു എനിക്ക് പേടിയുണ്ട്, എനിക്കൊരു ചെക്കിങ് നടത്തണം എന്നൊക്കെ അവൾ പറഞ്ഞു. ഈ സാധനങ്ങളെയൊക്കെ പബ്ലിഷ് ചെയ്ത് ഞാൻ ഇവൾ പറഞ്ഞ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് കണ്ട ആളുകളുടെ മുമ്പിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആളുകൾ അതെങ്ങനെ എടുക്കുന്നത്? ആളുകൾ അതിന് ടംനെയിൽ ഉണ്ടാക്കിക്കൊണ്ടുവരും. ഞാൻ ഒരിക്കലും അത്തരത്തിലൊരു സാധനം ചെയ്തില്ല. ബട്ട് ഇന്ന് ഇതിവിടെ എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് അവളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, എസ്പെഷ്യലി ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നത് കൊണ്ട് തന്നെ, ആ സർക്കിളുകളിൽ ഞാൻ ഉണ്ടായിരുന്നത് ആളുകൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് എന്നെ ബാധിച്ചത് 24 മണിക്കൂറുകളാണ്. അപ്പം സജിനയുടെയും റസുൽ പൂക്കുട്ടിയുടെയും കാട്ടവരാത അവിഹിതങ്ങൾ മറയ്ക്കാൻ വേണ്ടി ദിയാസനയെ കരുവാക്കിക്കൊണ്ട് കാണിച്ച ഈ ഒരു നടപടി, അതിനെതിരെ കൃത്യമായിട്ട് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ പ്രധാനമായിട്ട് നിങ്ങളോട് പറയുന്നത്, ഞാൻ ഈ വിഷയം അറിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ വൈകുന്നേരം തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഡിഫോമേഷന് ഞാൻ ഫയൽ ചെയ്തു. അതിന് കുറച്ച് പ്രോസസ്സുകൾ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് കുറച്ച് ഡിലേ വന്നായിരുന്നു. ഇപ്പം അത് പാസ്സായിട്ടുണ്ട്. അവസാനം അവൾക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചു. അവൾ പറഞ്ഞ അഡ്രസ്സിലേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾക്കൊക്കെ അറിയുന്ന അഡ്രസ്സിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വീട് മാറിപ്പോയി. അതായത് അവൾ ആരോപിച്ച എനിക്ക് നല്ല പ്രൈവസിയൊക്കെ ഉള്ള, ഭയങ്കര ഹാപ്പിനെസ് ഉള്ള, ഭയങ്കര സന്തോഷമുള്ളൊരു വീടുണ്ടായിരുന്നു. ഇത് എന്തെന്ന് ശാസ്തമംഗലത്ത് ഒരു വീട്. ആ വീട്ടിൽ നിന്ന് അവൾ പോയി ഗൈസ്. ആ വീട്ടിൽ നിന്ന് അവൾ പോയി. വലിയ പ്രൂഫായിരുന്നല്ലോ അത്, ദിയാസനയ്ക്കെതിരെ ഉള്ള ആ പ്രൂഫിനെ കളഞ്ഞിട്ട് അവൾ ഓടിപ്പോയി ഗൈസ്. മനസ്സിലായോ? നിങ്ങളത് മനസ്സിലാക്കണം. അവിടുന്ന് പോയി. ഇതുവരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ അവളുടെ ഭാഗത്ത് നിന്ന് വിളിപ്പിച്ചു, ഇതുവരയ്ക്കും വന്നിട്ടില്ല. ഓക്കെ, ഇതുവരയ്ക്കും ആ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ആയിട്ട് വിളിപ്പിച്ചിട്ട് അവൾ വന്നിട്ടില്ല, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്തില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അത് FIR ആക്കി. ഞാൻ ഇന്ന് കമ്മീഷണർ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം നിരന്തരം 3-4 വീഡിയോകളായിട്ട് അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് പറയാം. എനിക്കെതിരെ വന്ന അലിഗേഷനിൽ സമൂഹത്തിന്റെ മുമ്പിൽ പറയാണ്, ഞാൻ ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ റിസൾട്ട് വരും, വെയിറ്റ് ആൻഡ് സീ നിങ്ങൾ. ഓക്കെ, അതൊന്ന്. കാരണം നമുക്ക് ആക്സസബിൾ ആകുന്ന ടെസ്റ്റ് റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ആര് വേണമെങ്കിലും ഒരു പരാതി കൊടുത്ത് അതിന്മേൽ അന്വേഷണം നടത്തി അതിന്റെ ഫർദർ ആയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ, ഏത് ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാനാണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. അതിവിടുത്തെ നിയമമാണ്. അല്ലാതെ നമ്മൾ എടുത്ത് കൊടുത്തോന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും പറ്റത്തില്ല. പിന്നെ ഇത് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ബോധിപ്പിക്കാൻ തന്നെയാണ്. കാരണം എനിക്ക് ബോധിപ്പിക്കേണ്ട അവസ്ഥ വന്നു. റസുൽ പൂക്കുട്ടിയെ പോലെ ഒരുത്തനെ പിടിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ സജിനയെ പോലെ ഒരു ഫ്രോഡിനെ ഞാൻ പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ ഞാൻ കേൾക്കേണ്ടി വന്ന പഴിക്ക് ഞാൻ മാത്രമാണ് റെസ്പോൺസിബിൾ. അപ്പോൾ ഞാൻ നിങ്ങളെ മുമ്പിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് എന്റെ സൈഡ് നിങ്ങളെ മുമ്പിൽ ബോധിപ്പിക്കണം. അത് ഞാൻ നിങ്ങളെ മുമ്പിൽ ബോധിപ്പിക്കും. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം എന്തൊക്കെ നിങ്ങൾക്ക് വേണോ അതെല്ലാം ഞാൻ നിങ്ങളെ കൊണ്ട് ബോധിപ്പിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെ ഇരിക്കുന്ന കുറേ സപ്പോർട്ടേഴ്സ്, കുറച്ച് പൊതുബോധം ഒക്കെ തന്നെയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. ഞാൻ ഫൈറ്റ് ചെയ്ത് വന്നത് എങ്ങനെയാണെന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു വിഷയം പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ ഷഫീന ബീവി എന്ന് പറയുന്ന ചാനലിന് റസുൽ പൂക്കുട്ടി കൊടുത്ത കൊട്ടേഷന്റെ ഭാഗമായിട്ട് എൻ്റെ പാസ്റ്റ് റിലേഷൻ, അതായത് എൻ്റെ ലൈഫിൽ നടന്ന ഒരു പാസ്റ്റ്, അതായത് ഇന്ന വിവാഹം കഴിച്ച അയാളുടെ അമ്മയെയും സഹോദരിയെയും ഇതിനകത്ത് കൊണ്ടുവന്നു. ഒരു കണക്കിന് അതെനിക്ക് നല്ല സൗകര്യമായി. അതെന്താന്ന് അറിയാവോ? നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നെടുമങ്ങാട് കോടതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു കുറേ കഥകൾ കഴിഞ്ഞു. ഏകദേശം 17 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഇപ്പോഴും നെടുമങ്ങാട് കോടതിയിൽ നടക്കുന്നു. ഒരു 5-6 വട്ടമായിട്ട് ഞങ്ങളുടെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും കേസ് ക്ലോസ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് വന്നിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാത്ത ഒരു ദിയാസന ഉണ്ടായിരുന്നു പാസ്റ്റിൽ. അന്ന് എനിക്ക് ഷജ്ന എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഗാർഹിക പീഡനവും എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ അടിവയർ നോക്കി ചവിട്ടി അബോഷനുമായ സാഹചര്യത്തിൽ നിന്നാണ് ദിയാസന ആ വീടും നാടും കുടുംബവും ഒക്കെ വിട്ടിട്ട് അവിടെ നിന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത്.
ഈ അടുത്ത് എത്തിയിരിക്കുന്ന എനിക്ക് ഇത്തരത്തിലുള്ള ഒരു സാധനങ്ങളും ഒന്നുമല്ല. പക്ഷെ സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ആയതിന്റെ പേരിൽ നിങ്ങളെ മുമ്പിലേക്ക് എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളടുത്ത് കൂടുതൽ സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളിൽ ഞാൻ റെസ്പോണ്ട് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക്. അജിത്ത് കുമാർ എന്ന് പറയുന്ന ഇയാള് എന്റെ ഫേസ്ബുക്കിനകത്ത് ഓൾറെഡി വന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, ടോർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം അയാൾ എൻ്റെ ഇൻബോക്സിനകത്ത് ഇതിനകത്ത് വന്നിട്ടുണ്ട്, അതായത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരുന്നു. അയാൾ ഇതേ ഒരേ കമന്റ് പല ആവർത്തിയിട്ട് ഇടുന്നുണ്ട്. അത് ഞാൻ വായിക്കാം. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി എന്നെ സജന അപമാനിച്ചു, ഞാൻ MDMA അല്ല എന്ന് എനിക്കിട്ട് തെളിയിക്കണം, പോലീസ് സാർ എന്ന് തൂഫാൻ വെച്ച് സ്വന്തമായി പോകാൻ പറഞ്ഞ് ചെല്ല്, സൽപ്പേര് നേടിയെടുക്കേണ്ടത് സ്വയമല്ലേ എന്ന്. അതായത് ഇയാൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്നിട്ട് ഞാൻ MDMA അല്ല സാർ എന്നെ പരിശോധിക്കണം സാർ, എന്നിട്ട് എന്നെ ചെക്ക് ചെയ്ത് പബ്ലിഷ് ചെയ്യണം സാർ എന്ന് പറയണതല്ലേ എന്റെ ഹീറോയിസം എന്നാണ് ഒരു മുട്ടത്തലയും വെച്ചിട്ട് ഒരു നാറി വന്ന് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇത് എന്താണെന്നുള്ളത്, ടാർഗറ്റിംഗ് ആണെന്നുള്ളത്. താങ്ക് യു സോ മച്ച് നന്ദിനി, താങ്ക് യു കരിഷ്മ, താങ്ക് യു ഡിയർ, താങ്ക് യു മെഹക്, താങ്ക് യു സോ മച്ച്. എനിക്കറിയില്ല ഇങ്ങനൊരു കൂട്ടുകാരി എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് പറയാൻ എനിക്കറിയില്ല ബ്രദർ, എനിക്കറിയത്തില്ല. ഇത് കൂട്ടുകാരിൽ നിന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ എനിക്കറിയാം, ഞാൻ വളരെ വൃത്തികെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ സ്ത്രീ എപ്പോഴാണോ എനിക്കെതിരെ MDMA എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്, അതിനുശേഷം ഞാൻ കുറെ ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അതിന്റെ പ്രൂഫായിട്ട് 1-2 ഓഡിയോ റെക്കോർഡുകൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1-2 ഓഡിയോ റെക്കോർഡുകൾ, അതായത് അത് മൊത്തം എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫിറോസ് ഖാൻ ഏതെങ്കിലും റെക്കോർഡുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലോ മറ്റോ അത് ഈ പറഞ്ഞ സജന നൂർ എല്ലാ ആളുകൾക്കും, സജന നൂർ ഏകദേശം ഒരു 12ഓളം ആളുകൾക്ക് റെഗുലർ ആയിട്ടിരുന്ന ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വോയിസ് റെക്കോർഡുകൾ അയക്കാറുണ്ട്. ഇന്ന് തന്നെ സജന നൂറിന്റെ സ്റ്റോറിയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സജന എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ഡിലീറ്റ് ചെയ്ത പോർഷനിലെ ഒരു സംഭവമാണ് ഞാൻ എടുത്തു, ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും, അപ്പൊ അതൊക്കെ അങ്ങ് വിട്ട് കളയടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഫോണിൽ പല രീതികളിലുള്ള അൺനോൺ കോൾസുകൾ ഇവൾ ചെയ്യിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിലും വെച്ചിട്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ പരാതിയിൽ ആ ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ടുണ്ട്. വാട്സപ്പിന്റെ ഒരു ഓപ്പൺ സ്പേസിനെ എടുത്തപ്പോഴത്തേക്കും അതിനകത്താണ് സജനയുടെ 2ാമത്തെ നമ്പർ. ഞാൻ കമ്മീഷണർ ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ്, കമ്മീഷണർക്ക് അറിയാം ഞാൻ അത് എപ്പോഴാണ് അങ്ങനെ ഒരു കോൾ വരുന്നെന്നുള്ളത്. അതായത് സജനയുടെ ഒഫീഷ്യൽ നമ്പർ വേറെയും സജനയുടെ വാട്സപ്പിനകത്ത് കിടക്കുന്ന നമ്പർ വേറെയാണ്. അപ്പൊ വാട്സപ്പിനകത്ത് കിടക്കുന്ന നമ്പറാണ് വാട്സപ്പിനകത്തൂടെ കയറാൻ പറ്റുന്നത്. കാരണം അത് മെയിൻ ഇതിനകത്ത് കിടക്കുന്നില്ല, എനിക്ക് വാട്സപ്പിൽ മാത്രമേ കയറാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഇവളെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നിട്ട് ഇന്നലെ സൺഡേ എൻ്റെ ഫോൺ അൺബ്ലോക്ക്ഡ് ആയിരിക്കുന്നുണ്ട്. കാരണം ഞാൻ റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണ്. പല നമ്പറുകളും ബ്ലോക്കും അൺബ്ലോക്കും എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അൺബ്ലോക്ക്ഡ് സൺഡേ ആയിട്ടുണ്ട് എൻ്റെ ഫോണിൽ, അതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്ന് അവരുടെ നമ്പർ വാട്സപ്പിൽ നിന്ന് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് കമ്മീഷണറുടെ മുമ്പിൽ വെച്ചിട്ട് എഴുതാൻ വേണ്ടി പോകുമ്പോൾ വീഡിയോ കോൾ ഓപ്പൺ ആയി പോവുക എൻ്റെ കൈ തട്ടിയിട്ട്. കാരണം ഞാൻ കുറച്ച് ഇമോഷണലി ആയിരുന്നു ആ സ്ഥലത്തിരുന്നത്. അപ്പം തന്നെ ഞാനത് കട്ട് ചെയ്തു. അപ്പോഴും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് 2:30 മണിയായപ്പോഴത്തേക്കും ഇവളുടെ ഒരു വീഡിയോ കോൾ തിരിച്ചു വരികയാണ്. അപ്പൊ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തതല്ല. അവളാണ് വന്നിരുന്നിട്ട് മറ്റേ തട്ടിയും കലവും ആകുമ്പോൾ പൊട്ടിയും തട്ടിയൊക്കെ ഇരിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത്. ഒരു രീതിയിലും വന്നിരുന്നിട്ട് ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യാന്ന് പറയണത് ഇനി അത് അവള് അതിനെ വലിയ രീതിയിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അത് റസൂൽ പൂക്കുറ്റിയുടെ അവിഹിതം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് പ്രൂഫുകളുണ്ട്, അതാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ കിടക്കട്ടെ. അവളെടുത്ത് സ്റ്റോറി വെച്ചിരിക്കുന്നു എന്തെന്ന്, അത് എനിക്ക് വന്നതാണ് കോള്, ഞാൻ തിരിച്ചു വിളിച്ചത് എൻ്റെ കൈ തട്ടി അറിയാതെ പോയതാണ് കേട്ടോ, അപ്പം കോംപ്രമൈസ് ചെയ്ത് ഞാൻ വിളിച്ചേക്കണം. തേങ്ങര അരി നീ ജന്മത്ത് നീ മുക്കിളിയിൽ തൂറൂല മോളെ, പുറകെ നടന്ന് തുരത്തി വരും ഞാൻ. അങ്ങനെ ജന്മത്തെ നീ മൂടിൽ ഒതുങ്ങിയിരിക്കൂല. നിന്റെ റസൂൽ പൂക്കുട്ടിയും നീയും ചില്ലറ ഓട്ടോ എന്നല്ല ഓടാൻ പോകുന്നത്, അമ്മാതിരി ഓട്ടോ ഓടും. ഞാൻ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഓടും, ഇല്ലെന്നുണ്ടെങ്കിൽ നീ എന്നെ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, നീ എന്തെങ്കിലും ചെയ്യുന്നത് വരെ ഞാൻ ഓടും നിന്റെ പുറകെ. ഞാൻ വെറുതെ ഒന്നും വിടത്തില്ല. ഒരാൾ ഇതാക്കണ്ട. സമൂഹം ഇരുന്നുകൊണ്ട് പറയണ എന്താണെന്നറിയാവോ, കുറെ കാട്ടപരാധികൾ വന്നിട്ട് കുറെ അപരാധം അങ്ങ് കാണിക്കുക,
കുറെ കാട്ടവരാതകൾ ഇവളമാരത് കാണാനാണ് ഇവിടത്തെ ഇവിടെ കാണണ്ടടേ. കാണാത്ത കുറെ കാട്ടവരാതന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവന്മാര് കാണണ്ട, നിങ്ങൾ കാണരുത്. നിങ്ങൾ ആരും നിർബന്ധിപ്പിച്ച് കാണിപ്പിക്കുന്നില്ല. ഒരു മനുഷ്യൻ ഫേസ് ചെയ്തോണ്ടിരിക്കുക, ആ മനുഷ്യൻ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക, റിയാക്ട് ചെയ്തോണ്ടിരിക്കുക. ആ മനുഷ്യന്റെ അവസ്ഥ കാണുമ്പോഴത്തേക്ക് കുറെ ഈ സ്ത്രീക്ക് മാനസിക പ്രശ്നം എന്തുകൊണ്ട്? ഈ സ്ത്രീയെ പിടിച്ചടക്കാൻ നോക്കി നിങ്ങൾ ആരെങ്കിലും ഒക്കെ അടക്കി തന്നു കഴിഞ്ഞാൽ എനിക്കൊരു റിലാക്സേഷനാ. ശരിക്കും ഇവരടങ്ങാത്തടത്തോളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവരിനി അടങ്ങിയാലും എനിക്ക് കുറെ അധികം പറയാനുണ്ട്. കാരണം എനിക്ക് ഈ MDMA എന്ന് പറയുന്ന ടൈറ്റിൽ സ്പോൺസർ ഉണ്ടാക്കി തന്ന ഈ സജ്ന നൂറിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അത് വേറെ കാര്യം. ഉള്ള സ്റ്റോറി കണ്ടാൽ അറിയാം ഫേക്കാണെന്ന്. ഓക്കെ, വിടല്ലേ ആ കള്ളിയെ? വിടില്ല, ഒരിക്കലും വിടില്ല. ആ കള്ളിയുടെ അവസാനവും എൻ്റെ കയ്യിൽ കൊണ്ടാവത്തുള്ളൂ. മിക്കവാറും ആ കള്ളി ചെയ്യുന്ന എല്ലാത്തിനും ഇനി ഞാൻ റെസ്പോൺസിബിൾ ആകേണ്ടി വരും. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ഈ ഷഫീന ബീവിയെ പോലെ, ഈ സജ്ന നൂറിനൊക്കെ പോലെയുള്ള ഫ്രോഡുകൾ, സ്വന്തം മക്കളെ വരെ ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്ന നാറികൾ, സ്വന്തം കുടുംബത്തിന് ഒരു ഉപയോഗവും ഇല്ലാത്ത നാറികൾ, എനിക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എൻ്റെ ജീവിതം എനിക്ക് നോക്കണം. എനിക്ക് കാശ് കഷ്ടപ്പെട്ടാൽ മാത്രമേ എൻ്റെ കുടുംബം നോക്കാനും എൻ്റെ മോനെയൊക്കെ നോക്കാനൊക്കെ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ ഇവളെ പോലെയൊന്നും പോയിട്ട് കുറെ കാട്ടവരാതം കാണിച്ച് കുറെ ആളുകളെ കൂടെ പോയി കുറെ ആളുകളെ പണം തട്ടിപ്പും നടത്തി കുറെ ആളുകളെ പറ്റിച്ചും കുറെ ആളുകളെ വെട്ടിച്ചും ഒന്നുമല്ല എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ റസൂൽ പൂക്കുട്ടി ഇരിക്കുമ്പോഴും അപ്പുറത്ത് 2-3 എണ്ണത്തിന് വെച്ചുകൊണ്ടിരുന്നിട്ട് തന്നെയാണ് അവളെ പരിപാടി. അവൾ എത്ര ലക്ഷം രൂപ ആരൊക്കെ കയ്യിൽ നിന്ന് എവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. സജ്ന ചേച്ചി കുറെ ഫേക്ക് കാശ് കൊടുത്ത് വീഡിയോ അടിയിലും പൊക്കി ഉള്ള കമന്റ്സ് കാണാം. അതുകൊണ്ട് സജ്ന ചേച്ചി അല്ല, റസൂൽ പൂക്കുട്ടി. സജ്ന ചേച്ചിയുടെ ഒരു തേങ്ങയില്ല. റസൂൽ പൂക്കുട്ടി പറ്റിക്കാൻ കൊടുത്തത്. ഇപ്പോഴും റസൂൽ പൂക്കുട്ടിയുടെ വിചാരം വയറ്റി കിടക്കുന്നത് റസൂൽ പൂക്കുട്ടിയുടെ ആണെന്ന് പോലും അറിഞ്ഞൂടാ ശരിക്കും. എന്നിട്ട് റസൂൽ പൂക്കുട്ടി വരണ്ടിട്ട് നിൽക്കുക. കാരണം എന്താണെന്നറിയോ? റസൂൽ പൂക്കുട്ടി അങ്ങണം സജ്നക്കെതിരെ ഏതെങ്കിലും രീതിയിൽ തിരിഞ്ഞെന്നങ്ങനെ കണ്ട പിന്നെ റസൂൽ പൂക്കുട്ടി പോയി ആത്മഹത്യ ചെയ്താൽ മതി. അതുകൊണ്ടിട്ട് റസൂൽ പൂക്കുട്ടി പേടിച്ച് മുള്ളി ഇങ്ങനെ ഇരിക്കും. റസൂൽ പൂക്കുട്ടി മുള്ളി ഇരിക്കുന്നതോറും റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യനെ റസൂൽ പൂക്കുട്ടി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളാരും അല്ല ഒന്നും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ചിട്ട് നമുക്ക് പ്രശ്നമുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ അടുത്ത് അവരുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയാണ് അവര് വലിയ പ്രശ്നത്തിലാണെന്ന്. അവരുടെ അവസ്ഥ ഭയങ്കര ഡേഞ്ചറാണ് ദിയ. ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഒരു രീതിയിൽ അവർക്ക് മാനസികമായിട്ട് ഓക്കെ അല്ല അവര്. എനിക്ക് സങ്കടമുണ്ട് ഗൈസ്, എനിക്ക് വളരെ വലിയ സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ് ഷാദിത്ത, ഞങ്ങളെ കൊണ്ടൊന്നിനും പറ്റില്ല. ഈ സ്ത്രീ ഈ പുരുഷനും കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേട്ടിന് എനിക്ക് സംസാരിക്കാൻ നിവൃത്തിയില്ല. എന്റെ കാര്യമല്ലേ ഞാൻ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. ഞാനല്ലേ സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടത്. ഈ കണ്ട കാട്ടവരാതെ മുഴുവനും കാണിച്ചുകൊണ്ടിരിക്കണം ഇവളെ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഞാനല്ലേ അപമാനിക്കപ്പെട്ടത്. എവിടെ റസൂൽ പൂക്കുട്ടിയും സജ്ന എവിടെ? ദിയാസനെ പൊക്കിക്കൊണ്ടുവരാൻ ആൾക്കാർ. ദിയാസനയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ അംഗീകരിച്ചു. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിനൊക്കെ വളരെയധികം നന്ദി. എനിക്ക് പേഴ്സണലി തരുന്ന മെന്റൽ ഹെൽത്തിന് വളരെയധികം നന്ദി. എന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് എൻ്റെ കൂടെ വന്ന് നിൽക്കുന്ന, എന്നെ കാണാൻ വരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ബട്ട് ഇതെല്ലാം അനുഭവിക്കുന്നത് ഞാൻ മാത്രമാണ്. ഇതെല്ലാം ഫേസ് ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. പക്ഷേ സജ്ന കളിച്ച ആള് തെറ്റിപ്പോയി. സജ്ന വിചാരിച്ചത് ഇപ്പൊ എന്നെ ഒതുക്കി തൂഫാനിലിരുത്താൻ നീ മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്ത്. സജ്ന തുടക്കമിട്ട സ്ഥലം നിങ്ങൾ ആലോചിച്ചോണം. മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തെന്താണെന്നറിയാം? എന്റെ അക്കൗണ്ട് ഹാക്കായെന്ന്. മുഖ്യമന്ത്രിയോട് ഞാൻ പറയാണ്, ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തണം. മുഖ്യമന്ത്രി അവൾ തന്ന പരാതിയിന്മേൽ അന്വേഷണം നടത്തണം. അപ്പോഴാണ് പ്രോക്സി അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഇവള് തന്നെയാണ് അതിന്റെ കാരണക്കാരി എന്ന് മനസ്സിലാവുന്നത്. കാരണം ഇവളുടെ അക്കൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോസ്റ്ററുമായിട്ട് വരുമല്ലോ. ഇതെല്ലാം റസൂൽ പൂക്കുട്ടിയായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അയാളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ അയാളെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാ. ഇയാൾ ഇത് പേടിച്ചിട്ട് എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൾ ഈ സാധനം ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് നേരെ വന്നിട്ട് അടുത്ത നാടകം. ഈ നാടകത്തിൽ ഇവൾ എന്ത് ചെയ്തു? ബാക്കിയുള്ളവർ എന്റെ പുറകിൽ നിന്ന് കുത്തി മറ്റത് മറിച്ചത്. ഇവള് കാണിച്ച തെമ്മാടിത്തരം കാരണം എനിക്ക് ഇവളടുത്ത് സഹായിക്കാൻ പറ്റാതായി. ഇവളെ ഞാൻ ബ്ലോക്ക് ചെയ്തു. 6-ാം തീയതി ബ്ലോക്ക് ചെയ്തു. അതെല്ലാം എന്റെ ഫോണിലുണ്ട്. 6-ാം തീയതി ബ്ലോക്ക് ചെയ്ത് ഇന്നലെ അൺബ്ലോക്ക്ഡ് ആയിപ്പോയ സാഹചര്യത്തെ പറ്റി ഞാൻ പറയുന്നത്. ഒരിക്കൽ പോലും ഇതാക്കില്ല. അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവള് ഞങ്ങൾ വഴി കണക്റ്റഡ് ആയിട്ടുള്ള കുറെ സുഹൃത്തുക്കളുണ്ട് സിറ്റിക്കകത്ത്. ഇവിടെ മാത്രമല്ല, പുറത്തുമുള്ള ആൾക്കാരുണ്ട്. എറണാകുളത്തുള്ളവരുണ്ട്, കോഴിക്കോടുള്ളവരുണ്ട്. എന്റെ സുഹൃത്തുക്കളെ മുഴുവനും വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കുക. എത്ര നാണമുണ്ട് ഇവക്ക്, ഉളുപ്പുണ്ടോ ഇവക്ക്? കാരണം ഒരു മനുഷ്യനും
ഇവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ശരിക്കും ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യുന്നില്ല ഗൈസ്. ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് പണക്കൊഴുപ്പ് കാണിച്ചിരിക്കുന്ന റസുൽ പൂക്കുട്ടിയും ഹൈക്കോടതിയിലെ കുറെ വക്കീലന്മാരും. ഓക്കെ, വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തോ ഓലത്തി ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ട് നല്ല പണിയെടുക്കുന്നുണ്ട്, ഉണ്ടാക്കിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. എവിടെ ഈ സാധനം ഒന്നും നിർത്താനേ പോകുന്നില്ല, പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം മിണ്ടാതെ കുടുംബവും കാര്യങ്ങളും ആയിട്ട് ഒരു പ്രശ്നത്തിൽ ഇപ്പൊ തൽക്കാലം ഞാൻ വലിയ വിഷയങ്ങളൊന്നും വരില്ല. ഞാൻ ഈ പൊളിറ്റിക്കൽ വിമർശനങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ RSS ഇന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവരുടെ വിരുദ്ധ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര പ്രോബ്ലമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലൊക്കെ ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരു വിഷയങ്ങളല്ലാതെ ഞാൻ വലുതായിട്ട് പബ്ലിക്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാനും ഞാൻ വലിയ വേറൊരു സാഹചര്യത്തിലോട്ടൊന്നും ഞാൻ സാധാരണ ഇപ്പൊ പോവലില്ല അധികം. ഇങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സൈബർ അടുത്ത് വലിയ രീതിയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച ഒരാൾക്കെതിരെ നമ്മൾ ഒരു സമരം നടത്തിയത്, കരിയോലൊഴിച്ച സമരം നടത്തിയതിന് ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ വരുന്ന വലിയൊരു സ്ട്രഗിളിങ് ടൈമാണ്. മീൻസ് എൻ്റെ മകൻ മെച്യൂർഡ് ആയതിനു ശേഷമുള്ളൊരു സംഭവം. അപ്പൊ അവനെ ബാധിച്ചിരിക്കുന്ന സാധനം ഷഫീന ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയും മറ്റുമാണ്. അപ്പം അതിന്റെ പേരിലുള്ള സാധനങ്ങൾ ഞാൻ കൃത്യമായിട്ട് എനിക്ക് കോടതിയിൽ മൂവ് ചെയ്യാനുള്ളൊരു പ്രൂഫാണ് ആ സാധനം. അതുകൊണ്ടിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു മാറ്ററേ അല്ല. കാരണം ഇവരിൽ നിന്ന് ഇതിനെക്കാട്ടിലും വലുത് അനുഭവിച്ചിട്ടാണല്ലോ ഇവർ വർഷങ്ങൾക്ക് ശേഷം ഇത് പറയുന്നത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഫണ്ണി ആയിട്ട് തോന്നുന്നുണ്ട്, ഞാൻ ചിരിക്കുന്നുണ്ട്. പക്ഷേ കോടതിയിൽ പ്രൂഫായിട്ട് എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള എവിഡൻസ് സാധനം തന്നു. അത് ഷഫീന ബേബിക്ക് താങ്ക്സ് ഉണ്ട്. പക്ഷേ ഷഫീന ബേബി നടത്തുന്ന ഈ സമൂഹത്തിൽ നടത്തുന്ന ഈ ആക്രമണത്തിനൊക്കെ അത് ദിയാസനെ തന്നെ വരും. അത് ഞാൻ ഇപ്പോഴും പറയാണ്. എനിക്ക് എന്ത് തരം കേസ് വന്നെന്ന് പറഞ്ഞാലും എനിക്കതിൽ പ്രശ്നമില്ല. ഞാൻ അത്രയും ധൈര്യമുള്ള പെണ്ണ് തന്നെയാണ്. ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെയാണ് എൻ്റെ ജീവിത രീതികൾ കൊണ്ടുപോകുന്നത്. നമ്മൾ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മളാകെ ഇതായി പോകുന്നത്. ഞാൻ തെറ്റ് ചെയ്താൽ പോലും ഞാൻ ഭയന്നിരിക്കും ശരിക്കും. അതെനിക്ക് അങ്ങനെ ഒരു ഫിയറിംഗ് ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. കാരണം ഇത് കാരണം ഉണ്ടായത് ഇവളെ പോലെ ഒരു നാറി അന്ന് ഇവള് 3 വട്ടം സൂയിസൈഡിന് ശ്രമിച്ച സമയത്ത് ഒരു വട്ടമെങ്കിലും പോവാതിരുന്ന് ഇവളങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു. ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നതാണ് സജന നൂറിന്റെ അവസ്ഥയിൽ ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടി അവൾ അവിടെ നൂറ് വയ്യ നൂറിന്റെ അടുത്ത് പോയി എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടോ, തിരിച്ച് വീട്ടിൽ വിടൂല, അവിടെ തന്നെ കൂടെ ഇരിക്കണേ. എനിക്ക് മറ്റേ ചെലവിനെന്നാണ് ഇരുത്തി വെച്ചിരിക്കുന്നത്, നായിന്റെ മോൻ. മനസ്സിലായില്ലേ? ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അവിടെ ഇരിക്കും, ഇരുന്ന് ഇവളെ എല്ലാം സെറ്റ് ചെയ്ത് ഇവളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വരെ കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ കിരണിന്റെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയിട്ട് അത് മോശമാണ് അത് പറയുന്നത്. പക്ഷെ ഇവള് പിറ്റേ ദിവസം ഇറങ്ങി വന്നിട്ട് പറയണേ, ഞാൻ ഇയാളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു നാടകം കളിച്ചത് മോളെ, അല്ലെങ്കിൽ അയാൾ എൻ്റെ കയ്യിൽ നിൽക്കില്ല. ഞാൻ പറഞ്ഞു ഇമ്മാരെയൊക്കെ കാണിക്കുന്നത്, നീ എന്തൊരു വൃത്തിയോടെ കാണിക്കുന്നത്, നീ എന്തിനിങ്ങനെ ടോക്സിക് ആവണത്, അത് പ്രേമം മൊത്തിട്ടോ മോളെ, അത് നിനക്ക് അറിയാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വളരെ സിമ്പിളായിട്ട് ആ സാധനം പറഞ്ഞിട്ട് പോയി. ഇനി മേലാൽ എൻ്റെ അടുത്ത് ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് ഇതിന് ഇത്രമാത്രം വലിയ ഗൗരവ വിഷയം ഉണ്ടാകുന്നെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, കുറച്ച് കമൻസും കൂടെ വായിക്കാം. ഹായ്, ഹലോ. ഫുഡ് കഴിച്ചു, മെഡിസിൻ എടുത്തു. എനിക്ക് PCOD സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അതാണ് എൻ്റെ ബോഡി കുറച്ച് നിങ്ങൾ എൻ്റെ രൂപമൊക്കെ മാറി കാണുന്നത് കേട്ടോ. എനിക്ക് സുധീഷ് എല്ലാവരുടെയും സപ്പോർട്ട് തന്നെയാണ് എനിക്ക് വളരെ വലുത്. ഇല്ല, എനിക്ക് ഭാഷ ഉപയോഗിക്കാൻ സൗകര്യമില്ല. എനിക്ക് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്ട്രീം ലെവലിൽ എൻ്റെ ഒരു ക്യാരക്ടറിൽ എൻ്റെ ഭാഷ മാറും. അത് എൻ്റെ ഒരു രീതിയാണ്, അത് എൻ്റെ ശൈലി, എൻ്റെ സ്വഭാവം. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരും. അത് നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാറ്ററല്ല, അത് നിങ്ങൾ മാറ്റിയാൽ മതി. മനസ്സിലായില്ലേ? മുട്ടയുടെ അടുത്ത ഉപദേശമാണ്. കണ്ടല്ലേ റസൂൽ പൂക്കുട്ടിയെ ഞാൻ പറ്റിച്ചെന്ന്. അടുത്ത എൻ്റെ പൊന്ന് കാട്ടമേ, ഇവനൊക്കെ എവിടെ നിന്ന് വരണോ? ഇവനൊക്കെ പണം കൊടുത്ത് ഇതൊക്കെയാണ് പണം കൊടുത്ത് ഇരുത്തിയിരിക്കുന്ന സാധനങ്ങൾ. ഫുഡ് കഴിച്ചു നന്ദിനി. യെസ്, എനിക്ക് ദീ ചേച്ചി ആക്റ്റീവായ ടൈം തൊട്ട് അറിയാം. ചേച്ചിയുടെ ഭാഗത്തു നിന്നും ഒരു റോങ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായി. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ എന്തോന്ന്, ഞാൻ 15-ാം തീയതി അവള് വെല്ലുവിളിച്ച ദിവസം ഞാൻ സ്നേഹസദനത്തിൽ പോയ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടപ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ കുറേ ഈ മുട്ടയെ പോലുള്ള കാട്ടവരാധങ്ങൾ വന്നിട്ട് ഇതുപോലുള്ള കമന്റ്സുകൾ ഇട്ടു. എന്താണ് അതിനകത്ത് എഴുതി ചേർത്തതുപോലെ അതിനകത്ത് 1, 1.5 എന്ന് എഴുതി വെച്ചത് പർപ്പസ്ഫുള്ളി എഴുതേണ്ട സാഹചര്യം വന്നത് രാത്രി കഴിഞ്ഞിരിക്കണം. അവിടെ രാത്രി നിൽക്കാൻ പറ്റത്തില്ല.
ആ സ്ഥലത്ത് രാത്രി നിൽക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ എഴുതിയേ പറ്റുള്ളായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഇടത്ത് ആ നട്ടപ്പാതിരാത്രിക്ക് എഴുതിയിട്ട് തന്നെ പോയത്. കാരണം അവിടെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ഥലത്തൊന്നും നിൽക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എൻ്റെ അടുത്ത് 15-ാം തീയതി എവിടെയാണെന്ന് ചോദിച്ചതിനാണ് ഞാൻ പ്രൂഫും കൊണ്ടുവന്നത്. എഴുതി ചേർത്തത് മറ്റത് മറിച്ചതെന്നൊക്കെ എന്നെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കണവന്മാർക്ക് പലതും വിളിച്ചു പറയാം, പല തേങ്ങയും വിളിച്ചു പറയാം. അതൊരു ട്രസ്റ്റഡ് ഹോമാണ്. ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം, അവിടുത്തെ CC ക്യാമറ പരിശോധിക്കാം, നിങ്ങൾക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് എടുക്കാം. അത് നിങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പോകണം. എൻ്റെ ഡീറ്റെയിൽ മാത്രമാണ് അയാൾ എനിക്ക് തന്നിട്ടുള്ളത്. എനിക്ക് മറ്റാരുടെയും ഡീറ്റെയിൽ തരത്തില്ല, എൻ്റെത് മാത്രം തന്നത്. മനസ്സിലായില്ലേ? അത് അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി. ഇനി നിങ്ങൾക്ക് അതിനകത്തൊരു കള്ളമോ അതിനകത്തൊരു പ്രശ്നമോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്, ഇവരൊരു ഫേക്ക് സാധനം കാണിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങളൊരു പരാതി എടുത്തിട്ട് പോ. കഴിഞ്ഞില്ലേ കാര്യം? പിന്നെയും അവിടെ വന്നിരുന്ന് അതിനെ വലിച്ചെടുക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഒരുപാട് ഇടങ്ങളിൽ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോയ സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ആ ലിസ്റ്റുകൾ മൊത്തം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഞാൻ ഗ്രൂപ്പായി പോയ സമയത്ത് അതിനനുസരിച്ച് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. താങ്ക് യു രാജശ്രീ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ, താങ്ക് യു. അല്ല, ഞാൻ മിനിസ്റ്ററെ കാണുന്നുണ്ട്. വെച്ചാൽ ഞാനിപ്പം ഇവളെ പോലുള്ള ഫേക്ക് സാധനം കൊണ്ടിട്ട് പോയിട്ട് ഞാനിപ്പോ കുറച്ച് കാര്യങ്ങളിൽ നിൽക്കല്ലേ. ഞാൻ ഒരുപാട് ഇന്നത്തെ, അതായത് എൻ്റെ ഒരാഴ്ചയായിട്ട് എൻ്റെ ജോലികളൊന്നും നടക്കുന്നില്ല. ഞാൻ പർപ്പസ് ആയിട്ട് ഇതിനകത്താണ്. അതായത് ഈ കേസ്, അതിൻ്റെ ഫർദർ, അതിൻ്റെ ഫോളോ അപ്പ് ഒക്കെ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഞാൻ ഡബ്ബിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ആകെ നമുക്ക് ഡെയിലി വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഈ കന്നഡ തെലുങ്ക് സിനിമകളുടെയൊക്കെ റീഡപ്പ് മലയാളത്തിലൊക്കെ ഉള്ളത് ആണ് എനിക്ക് ആകെ കിട്ടുന്ന ചെറിയ തുച്ഛമായ വരുമാനം. അപ്പം അതുപോലെ എനിക്ക് ഒരാഴ്ചയായിട്ട് എനിക്ക് നടക്കുന്നില്ല. അപ്പം ഞാൻ വളരെ വല്ലാത്തൊരു ഇതിലാണ് ഈ ഒരു കേസ് കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം പർപ്പസ്ഫുള്ളി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ കൊണ്ടുപോകും. നിങ്ങൾ എന്ത് വേണമെങ്കിലും വന്ന് കൊണ്ടുപോവേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ, എന്താന്ന് വെച്ചാൽ ചെയ്യേ. എന്തേലും കഴിയുമ്പോൾ ഒരിക്കലും സജനയെ ഒരിക്കലും ഇല്ല. അവരാണ് വന്നിട്ട് മെസ്സേജ് അയക്കുന്നത്, അയ്യോ പോട്ടെ മോളെ, സോറി മോളെ, വിട്ടുകള മോളെ എന്നൊക്കെ. അവർക്ക് എന്തോ മാനസിക പ്രശ്നമാണ് കാര്യമായിട്ട്. മനസ്സിലായില്ലേ? അതിന് ഞാൻ എന്താ ഇപ്പൊ പറയാ, ധൈര്യമായി മുന്നോട്ട് പോകൂ. ദിയ ചേച്ചി സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്. നിസാം, താങ്ക് യു സോ മച്ച്. സജന പറയുന്ന അച്ചായൻ ഷൈനാണ്. അയാളടുത്ത് ചോദിക്കൂല, കാരണം അയാളുടെ പാർട്ട്ണറായിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ ഷാലു എന്ന് പറയുന്നത്. അവരൊരു ചാനൽ നടത്തുന്നുണ്ട്. അതിലാണ് ആദ്യം സജന വന്ന് പേരില്ലാതെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ സജന ഈ പെണ്ണെന്ന് പറയുന്നത് ഈ ഷഫീന ബീവിയുടെ മോൻ ആദ്യം ആലോചിച്ചിരുന്ന ആളെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓൾവേസ് സപ്പോർട്ട്. എന്റെ മുഖത്ത് പേടിയുണ്ടെന്നുള്ളത് നിന്നെ പോലുള്ള കഴുതകളാടാ പറയുന്നത്. എനിക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും മൂലയിൽ പോയി ഒളിച്ചിരിക്കും. അല്ലാതെ നിന്നെ പോലുള്ള കാട്ടപരാധങ്ങളെ മുന്നിൽ വന്ന് ഇത്രയും ധൈര്യത്തിൽ വന്ന് സംസാരിക്കത്തില്ല. മനസ്സിലായില്ലേ? ഒരുത്തനാണ്. നിങ്ങൾ ആലോചിച്ചോളണേ, എന്റെ ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഞാൻ ഈ ലൈവ് വന്നതിനകത്ത് ഒരുത്തൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്ന് ഇതാക്കണം. പക്ഷെ ഞാൻ അയാളുടെ കമന്റ് വായിക്കാതെ പോകുന്നില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ കമന്റ് വായിക്കാതെ പോവാം. പക്ഷെ ഞാൻ അതിനകത്ത് വായിക്കാതെ പോകുന്നില്ല. വളരെ കൃത്യമായി തന്നെ അവന് മറുപടിയും കൊടുത്ത് തന്നെയാണ് പോകുന്നത്. ഇവനെയൊക്കെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇവനൊക്കെയാണ് പറഞ്ഞു വിട്ടിട്ട് പണിയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തുള്ള നല്ല ചൊറിച്ചിലും നല്ല വിരളലും, നിനക്ക് ധൈര്യമുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അവിടെ അജിത്ത് ജി കുമാറെ ദിയാസിനെ കൗഡിയാർ ഗോൾഫിങ്സിലാണ് താമസിക്കുന്നത്. എൻ്റെ മുന്നിൽ വന്നിന്ന് സംസാരിച്ചിട എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ നിനക്ക് മറുപടി തരാം. നീ ഏതൊരു കാട്ടവരാതാണെന്ന് എനിക്ക് ഡയറക്റ്റ് കാണുമല്ലോ. ഇത് ഒറിജിനലാണോ ഡൂപ്പാണോന്ന് അറിയണമല്ലോ എനിക്ക്. ഞാൻ ഒറിജിനലാ. മനസ്സിലായില്ലേ? ചേച്ചി, എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നുക. ഷഫീന ബീവി ഇതൊക്കെ തീരാറായി. വെയിറ്റ് ചെയ്യും. സമാധാനമായിട്ടിരിക്കൂ. നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ. വെയിറ്റ് ആൻഡ് സീ. ഇത് കുടുംബത്തിനകത്തൊക്കെ വന്നില്ലേ? വെയിറ്റ് ആൻഡ് സീ. ഒരു ഇതുമില്ല. ഡിഫൻസ് എന്ന് പറയുന്ന മോഡില് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഏത് നാറുകൾ വന്നാലും, ഇവിടെ നമ്മളെ പോലീസുണ്ട്, ഇവിടെ പൊതുസമൂഹമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ എല്ലാ രീതിയിലും ഫൈറ്റ് ചെയ്തിട്ടും നമുക്ക് നീതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ഡിഫൻസ് മെക്കാനിസം എങ്ങനെ എടുക്കണം എന്നുള്ളത് അവൻ നിശ്ചയിക്കുക. അത് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരിക്കൽ പോലും നിയമം കയ്യിലെടുക്കുന്നത് ശിക്ഷാർഹമാണെന്ന് പറയാം. നമുക്ക് ചെയ്തു പോകേണ്ട സാഹചര്യങ്ങൾ വരും. അത് ഈ പറഞ്ഞ കേരള ഗവൺമെന്റും കേരള പോലീസും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം നമ്മൾ പരാതി നൽകി, നമുക്ക് അതിനകത്ത് ഒന്നുമില്ല, അല്ലെങ്കിൽ ഇതില്ല, ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ പരാതിയൊക്കെ കൊടുത്തിരിക്കുകയല്ലേ. ഇപ്പം കാര്യമായിട്ട് അതിന്റെ പുറകിൽ നമ്മൾ നിൽക്കുകയല്ല.
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നോ ആ സാധനം ചെയ്യാന്നുള്ളതാണ്. അതങ്ങ് ചെയ്യാന്നുള്ളതാണ്. ചെയ്തിട്ട് എന്ത് ഭവിഷ്യത്ത് വരുന്നോ അത് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആലോചിച്ചും കണ്ടും നിങ്ങൾ ചെയ്യുക. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എന്നാൽ കൊച്ചിക്ക് വരുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അമ്മു. ഞാൻ വരുന്നുണ്ട്. അച്ചായൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്റ്റേ സ്ട്രോങ് ചേച്ചീസ്. താങ്ക് യു മേധ. ഞാൻ ഉറപ്പായിട്ടും ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യും. പക്ഷേ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറേ പരിമിതികൾ കിടക്കുകയാണ്. കാരണം ഈ സുഹൃത്തുക്കളും ഇവരിപ്പം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർ വന്നിരുന്ന് വിഷമത്തിലാണ് പറയണത്. ഇവക്ക് മാനസികമാണ്, ഇവള് പറയുന്നതൊന്നും ആൾക്കാർ വിശ്വസിക്കണമൊന്നുമില്ല, നീ എന്തിനാ ഇതിന്റെ പിറകിൽ ഏറ്റുപിടിക്കണമെന്ന്. പക്ഷെ ഞാൻ അപ്പോഴും ഇരുന്നുകൊണ്ട് പറയണേ, എനിക്കെതിരെ ഒരു അലിഗേഷൻ ഉണ്ടാക്കി. ആ അലിഗേഷന്റെ പുറത്ത് അതിൽ തൂങ്ങി എന്നെ ഒരുപാട് ആളുകൾ അറ്റാക്ക് ചെയ്തു. എനിക്ക് ആളുകളുടെ മുമ്പിൽ റെസ്പോൺസിബിൾ ആവേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേ അടങ്ങത്തുള്ളൂ എന്ന്. ആദ്യമൊക്കെ ഞാൻ ഇവളുടെ വെല്ലുവിളി കോണയടിക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുത്തോണ്ടിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചു, നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കി തരാം. എനിക്കെതിരെ ഒരു കേസ് എടുക്കട്ടെ. ഞാൻ ഇപ്പോഴും പറയണം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്പോട്ടിൽ തന്നെ, ഞാൻ സത്യം പറയാണ്, ഞാൻ ഈ പറഞ്ഞ സ്പോട്ടിൽ തന്നെ എത്ര സ്ഥലങ്ങളിലാണ് വിളിച്ചന്വേഷിച്ചെന്നറിയാവോ? എത്ര സ്ഥലങ്ങളിലാണ് വിളിച്ചന്വേഷിച്ചെന്നറിയാം ഇത് എടുക്കാൻ പറ്റുമെന്ന്. കാരണം നമ്മൾ ഇത് പ്രൂവ് ചെയ്യേണ്ടി വരുന്നത് ഇത് എടുത്ത് പബ്ലിഷ് ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല. അത്രയ്ക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാണ്. കിട്ടിയ അവസരം മുതലെടുക്കുക. ഇനി ഇവൾ അങ്ങ് തീർത്ത് കളയാം. ഈ ഒരു മോഡലൊക്കെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഞാൻ അപ്പോഴേ ഇതാക്കി. പക്ഷേ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ മെഡിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളോ മറ്റോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും അതോറിറ്റി കൊടുക്കുന്ന പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്കെതിരെ ഒരു കേസ് എടുത്തിട്ട് അതിന്മേലുള്ള തുടർ അന്വേഷണം അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മാത്രമേ വലിയ രീതിയിലുള്ള, അതായത് മുടി ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടത്താനുള്ള സാഹചര്യം കേരളത്തിലുള്ളൂ. ഓക്കെ, അപ്പോ ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് സജന വന്നിരുന്നിട്ട് 3 മാസം വരെ ഉള്ളത് കേരളത്തിൽ എടുക്കുന്നുണ്ട്. സജന വന്നിരുന്നിട്ട് 1 വർഷം 1.5 വർഷം വരെയുള്ള എടുക്കണം. സജന എടുക്കണം. ഞാൻ വരാം സജന. ഇനി ഞാൻ സജനയുടെ കൂടെ വരാം. കാരണം സജനയ്ക്ക് 1-1.5 വർഷത്തേക്ക് സജന എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സജനയെ പോലെ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള റസൂൽ പൂക്കുട്ടിയുടെ ഏത് സ്ഥലമാണ് ഇരിക്കണേന്നും കൂടെ എനിക്കൊന്ന് അറിയണം എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം പോയി മൂക്കുന്ന് പടപടാന്ന് വരുന്നെന്ന് പറഞ്ഞത് പോയി ചെയ്ത് കാണിക്കുക. ആ പ്രൂഫ് കാണിച്ചു വരുമ്പോ ദിയാസനെ കാണിക്കാം. അതല്ലേ അന്തസ്. അതിന്റെ നമുക്ക് കാണിക്കാം. അത് വി ആർ വിത്ത് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. അവളെ പൂട്ടണം. വി ആർ വിത്ത് യു. താങ്ക് യു. ഹായ് ചേച്ചി, സുഖമാണോ? ഫുഡ് കഴിച്ചു. ഷെഫീന ബീവെ പോലെയുള്ള ടോക്സിക് ആളുകളെ പിടിച്ച് പറയുന്നവരെ ഈ സജന മുഫീദ, ഈ സജന നാട് മുഴുവൻ ഓടി നടന്ന് അല്ലാത്ത കമന്റുകളാണ്. അതൊക്കെ വായിക്കുന്നതിന് തന്നെ ഒരിതുണ്ട്. February 14 അവൻ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇത്ത പറഞ്ഞതുപോലെ ട്രിവാൻഡ്രം ഹോട്ടൽ പൂക്കുട്ടിക്കൊപ്പം ഉള്ളതാണ്. യെസ്, അതായത് February 14 വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കുത്തിമറിയായിരുന്നു നമ്മുടെ വിവാന്ത ബൈ താജില്. വിവാന്ത ബൈ താജിന്റെ MDയും ആളുകളൊക്കെ റസൂൽ പൂക്കുട്ടിയുടെ മറ്റേ ഇതിന്റെ ഇടയിൽ ഇരിക്കുന്ന ആൾക്കാരാ. അപ്പം കോഴിക്കോട് പോയാലും വിവാന്തയിൽ തന്നെയാണ് താമസിക്കുക. എവിടെ വന്നു കഴിഞ്ഞാലും വിവാന്തയിലാണ് ഇവർ താമസിക്കുക. മുംബൈയിൽ പോയാലും വിവാന്തയുടെ മുംബൈ വിവാന്ത ഹോട്ടലിനകത്തെ രജിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റസൂൽ പൂക്കുട്ടിയുടെ ബുക്കിംഗ് മുഴുവനും സജനയായിട്ടുള്ള ലീലാവിലാസങ്ങളാണ്. അതുപോലെ തിരുവനന്തപുരത്തുള്ള വിവാന്ത ബൈ താജ് എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് സജനയായിട്ടുള്ളതാ. റസൂൽ പൂക്കുട്ടി ഈ പറഞ്ഞ അക്കാഡമി ചെയർമാൻ ആയിരുന്ന സമയത്ത് അയാളിവിടെ മറ്റേ അക്കാഡമിക്ക് എല്ലാരും ഇയാളെ വിളിക്കുന്നു. നിങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കൂ, പ്രതികരിക്കൂ. 19 സിനിമകളെ പിടിച്ചു വെച്ചിരുന്ന സമയത്ത്, 39 സിനിമകളെ പിടിച്ചു വെച്ചിരുന്ന സമയത്തും ഇയാൾ അവിടെ ഇരുന്നിട്ട് ഒരു ചുക്കും അറിയത്തില്ല ഇയാൾക്ക്. ഇയാൾ ഇവിടെ കുക്കു പരമേശ്വരനെ വെച്ചിട്ട് ഇവിടെ ഇരുന്ന് കാട്ടവരാധം നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അയാൾ വന്നിട്ട് കുറെ ഡയലോഗ് സിനിമ അവസാനിക്കാറായ സമയത്ത് ഇയാള് എന്ത് ചെയ്തു? എല്ലാ സിനിമകളെ റിലീസ് ചെയ്യിപ്പിച്ചു. സജി ചെറിയാനായിരുന്നു അന്നത്തെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി. മനസ്സിലായില്ലേ? മന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് മാത്രം തന്നെയാണ്, അന്നത്തെ ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടന്നത്. അല്ലാതെ റസൂൽ പൂക്കുട്ടി പോയി ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ല. അയാൾ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തില്ല. എന്നിട്ട് ഇവള് റസൂൽ പൂക്കുട്ടിയെ വീണ്ടും അക്കാഡമി ചെയർമാൻ സ്ഥാനത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവൾ ഏതൊക്കെയോ ആൾക്കാരെ പോയി കണ്ടെന്നോ ഏതൊക്കെയോ മന്ത്രിമാരെ പോയി കണ്ടെന്നോ എന്നൊക്കെ പറയണതിന്റെ പ്രൂഫൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, വോയിസ് റെക്കോർഡൊക്കെ ആയിട്ട്. അതൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്.
അപ്പൊ അങ്ങനെ അവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വിവാന്താബായി താജിനകത്ത് കുത്തിമറിയല് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം, അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. ഈ സംഭവം നടക്കുന്ന സമയത്താണ് വണ്ടി കച്ചവടം നടത്തിയ അൻവർ എന്ന് പറയുന്ന അവന്റെ പ്രശ്നം നടക്കുന്നത്. എന്റെ കയ്യിൽ പ്രൂഫ് ഇരിക്കുകയാണ്, എടി എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ആ കേസുമായി ബന്ധപ്പെട്ട് ഇവൾക്കൊപ്പം പോകുന്നത് ഞാനാണ്. എപ്പോഴും എന്ത് സഹായവും എല്ലാ സഹായത്തിനാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ കൂടെ കയറിപ്പോവും. എന്റെ കയ്യിൽ തെളിവുണ്ട്. എന്റെ കയ്യിൽ അവള് തന്നെ എന്നെ വിളിച്ച്, എടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, നീ എവിടെയാ ഉള്ളത്? ഞാൻ എന്നിട്ട് വഴുതക്കാട് IFFKയുടെ ടാഗോർ തിയേറ്ററിന്റെ ലിങ്ക് അയച്ചു കൊടുക്കും. അവിടെ നിന്ന് അവൾ എന്നെ പിക്ക് ചെയ്തുകൊണ്ട് ഇതേ BMW പിക്ക് ചെയ്തുകൊണ്ട് ഇവൾ എന്നെ കൊണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വരും. CI അന്നത്തെ CIയുടെ അടുത്ത് ചോദിച്ചു നോക്കിയാൽ അറിയാം. അവര് ഈ വിഷയത്തിനകത്ത് സംസാരിച്ചിട്ട് അവസാനം അവരിരുന്നുകൊണ്ട് പറഞ്ഞു, ഇത് ഇവിടെ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് പറഞ്ഞിട്ട് അവരെന്തോ അയാളെ വിളിപ്പിക്കാൻ കണ്ട് ചെയ്തു. പിന്നെ അയാൾ വന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ അവൾ അതിന്റെ ഫർദറുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായില്ല. ഇവള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും 1.5 ലക്ഷം രൂപയും കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ പണിയെടുത്ത് കൃത്യമായിട്ട് ചെയ്ത് തീർക്കുമായിരുന്നു. അവിടെ മുതലാണ് ഇത് തുടങ്ങുന്നത്. എന്നിട്ട് ഈ വിഷയം പബ്ലിഷ് ആയപ്പോഴത്തേക്ക് എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണ് ഞാൻ. എൻ്റെ കൊച്ചുങ്ങളെയും കൊണ്ട് എപ്പോഴും ഞാൻ എൻ്റെ കൊച്ചുങ്ങളെയും കൊണ്ട് ആളുകളെ ഇതാക്കാൻ വേണ്ടി പറയുന്ന സാധനം, ഞാൻ കൊച്ചുങ്ങളെയും കൊണ്ട് ചത്താൽ പോലും തിരിഞ്ഞോക്കാത്ത അവസ്ഥയിലേക്ക് നീ കൊണ്ടെത്തിച്ചത് നീ തന്നെയാണ്. മനസ്സിലായില്ലേ? എനിക്കെന്റെ ജീവിതത്തിനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സജിന കൂടുതലായിട്ട് വന്നിരിക്കല്ലേ കേട്ടോ. അതുകൊണ്ടിട്ട് 14-ാം തീയതി ഫെബ്രുവരിയും 15-ാം തീയതിയും 16-ാം തീയതി ഉച്ചയ്ക്കാണ് അയാള് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് മുംബൈക്ക് പോകണം. പ്രൂഫുണ്ട്. അവിടെ ഇരുന്ന് അവള് 15-ാം തീയതി രാത്രി അവളെ പറ്റിയ വിശാലമായ ഭയങ്കര അറ്റ്മോസ്ഫിയറുള്ള വീട്ടിന്റെ അകത്ത് ബിഗ് ബോസ് താരങ്ങളും 5-6 പേര് വന്ന് അടിച്ച് തിന്നാൻ കൊടുത്തെന്ന് പറഞ്ഞാൽ കാവാലടിച്ച് തിരിക്കണം ഇവളൊക്കെ. മനസ്സിലായില്ലേ? ഞാൻ സീരിയസ്ലി ഗൈസ്, നിങ്ങൾക്ക് ഇത്രയും വിഷയമാണ്. ഞാൻ എന്ത് തേങ്ങയാ നിന്നെയൊക്കെ ചെയ്തേ? എനിക്ക് സംസാരിക്കാൻ പാടില്ല. ഞാൻ പ്രതികരിക്കുന്ന പെണ്ണായതുകൊണ്ടാണോ? ചിലവന്മാരുടെ ഇളക്കങ്ങൾ. ഞാൻ എന്റെ രാഷ്ട്രീയമാ പറയുന്നേ. എന്റെ വായൊന്നും മൂടാൻ പറ്റത്തില്ല. എന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് സയഫ്. അവളെ ഇത്രയും ഷെഫീന ബീവിക്ക് നല്ല ഒരു പണി കൊടുക്കണം. സജനാസ് എന്റെ കമന്റുകളെല്ലാം നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കണം കേട്ടോ. ഇവിടെ ആര് വന്ന് സപ്പോർട്ട് ചെയ്യുന്നു, ആര് എതിർക്കുന്നു എന്നൊക്കെ ഉള്ളത്. റസുൽ പൂക്കുട്ടിയുടെയും സജനയുടെയും അവിഹിതവും റസുൽ പൂക്കുട്ടിയും സജനയും കാണിച്ചു വെച്ചിരുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റികൾ. റസുൽ പൂക്കുട്ടി സജനേനെ പുറത്തേക്ക് വിടുന്നതും കൊണ്ടുപോകുന്നതും റസുൽ പൂക്കുട്ടിയാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തത് ദുബായിൽ നിന്ന് ഒരിക്കൽ വരാൻ വേണ്ടിയിട്ട്. അന്ന് റസുൽ പൂക്കുട്ടി സജനയുടെ കയ്യിൽ എന്താ കൊടുത്തു വിട്ടേ? എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. എല്ലാം പ്രശ്നങ്ങൾക്ക് ശേഷം കിട്ടിയത് ഇൻഫർമേഷൻ. ഇവിടെ ഏതോ ഒരു പെണ്ണ് വന്ന് നിന്നിട്ട് വിഷയം പറഞ്ഞെന്ന് പറഞ്ഞു സജനയ്ക്കെതിരെ. ആ പെണ്ണ് പ്രശ്നമാണെങ്കിൽ ആ പെണ്ണിനെതിരെ കേസുണ്ടാവട്ടെ. പക്ഷെ ആ പെണ്ണിന്റെ കൂടെയാണ് അവള് നിന്നത്. ഇനി അവള് ഗോൾഡ് കരിയർ ആണെന്ന് പറഞ്ഞാലും അവള് മറ്റതാണെന്ന് പറഞ്ഞാലും അവള് മറിച്ചതാണെന്ന് പറഞ്ഞാലും ഇവള് പറഞ്ഞായിരുന്നല്ലോ ഇന്റർവ്യൂല് വന്നിരുന്നു. ഇവളും അതിന്റെ പാർട്ടാണ്. ഇവളും അതിന്റെ പ്രതിഫലം പറ്റിയിട്ടുണ്ട് സജന. അതിന്റെ പ്രൂഫുണ്ട്. സജന അവിടെ നിന്ന് അയക്കണ വോയിസ് മെസ്സേജ്, മോളെ പേടിയാവണം മക്കളെ, എന്നാലും ഞാനിത് കൊണ്ടുവരികയാണേ എന്ന് പറയുന്നതിന്റെ പ്രൂഫുണ്ട്. സജന സ്വർണ്ണക്കടത്ത് നടത്തിയതിന്റെ പ്രൂഫുണ്ട്. ഇന്ന് കമ്മീഷൻ ഓഫീസിലെ എല്ലാ സാധനങ്ങളാണ് വെച്ചത് ഞാന്. മനസ്സിലായോ? കൊണ്ടുവന്ന റസൂൽ പൂക്കുട്ടിയും സജന നൂറും കൂടെ ഒരുമിച്ച് പോയി ഫിറോസ് ഖാനെതിരെ ഒരു കേസ് കൊടുക്കുന്നു. സജന നൂർ ഒറ്റയ്ക്ക് പോയിട്ട് ദിയാസന, ആൻമരിയ, വീണ നായർക്കെതിരെ കേസ് കൊടുക്കുന്നു. ഹലോ, എക്സ്ക്യൂസ് മീ, സജന നൂർ ബിഗ് ബോസിലുള്ള പോലെ അത് ഭയങ്കര എവിഡന്റ് ആണ്. പിന്നെ കുറച്ച് സുഹൃത്തുക്കളോട് പറയട്ടെ. എന്തോന്ന് നിങ്ങളെ കുറച്ച് ആളുകൾ പറഞ്ഞു നമ്മള് ഈ ഫ്രണ്ട്ഷിപ്പിലിരുന്ന സമയത്ത് നല്ലതായിട്ടിരുന്നിട്ട് പുറത്ത് വന്ന് വിളിച്ചു കൊന്നു. ഈ പുറത്ത് വന്ന അനാവശ്യമായിട്ട് ഇല്ലാത്ത ഒരു സിന്തറ്റിക് ലഹരിയുടെ പേര് പറഞ്ഞ് എന്നെ ആക്രമിച്ചത് ആ സ്ത്രീ. അതിനുശേഷം ഈ സ്ത്രീയെക്കെതിരെ ഇട്ട 2 വീഡിയോകൾ ഞാൻ. ഓക്കെ, അതാണ് എന്റെ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഈ സ്ത്രീ വന്നിരുന്ന ഒരു പോക്സോ അലിഗേഷനെ പറ്റിയിട്ട് സംസാരിച്ചു. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണേ, ഫിറോസ് ഖാനെതിരെയുള്ള വലിയൊരു പ്രൂഫായിട്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. ഫിറോസ് ഖാൻ അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ. പക്ഷേ ഈ സ്ത്രീ ഷഫീന ബീവിക്ക് ആ മൈനർ ആയിട്ടുള്ള കുട്ടിയുടെ ഒരു ഓഡിയോ ഇട്ട് കൊടുത്തു. ആ ഓഡിയോ ഒരു ഉളുപ്പുമില്ലാതെ ആ നാറി പബ്ലിഷ് ചെയ്തു. ഷഫീന ബീവി ഒന്ന് ആലോചിക്കണം, മൈനർ ആയിട്ടുള്ള കുട്ടിയുടെ പേര് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. പബ്ലിഷ് ചെയ്തു. BNS ആക്ട് പ്രകാരം വലിയ ശിക്ഷയാണ്.
ഒന്നാമത്തെ കാര്യം, ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടി നമ്മളടുത്ത് വന്ന ഒരു പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി അപ്പം തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാക്കണം, ആ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. കാരണം ഇങ്ങനെ ഒരു കേസ് നമുക്ക് റിപ്പോർട്ടായിട്ടുണ്ടെന്നുള്ളത്. അത് ചെയ്തിട്ടില്ല. അവള് ഫിറോസ് ഖാനെ കൊടുക്കാനുള്ള ആയുധമായിട്ട് ആ കുട്ടിയെ വെക്കുന്നു. ആ വോയിസിനകത്ത് തന്നെ അറിയാം ഇവൾ ആ കുട്ടിയെ പ്രഷർ ചെയ്യുന്നു, ബുദ്ധിമുട്ടിക്കുന്നു. എന്നിട്ട് മോള് പറ, ഇത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എടുത്ത് ഞാൻ വെളിയിൽ വിടേ, ചേച്ചി തകർത്ത് കളയും. അതായത് ചേച്ചി ചെയ്യുന്നത് ഇപ്പോഴും ഇവള് പല ആളുകളെയും വിളിച്ചിട്ട് എനിക്കത് ചെയ്തത് ഇവരൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പേരുകൾ പറയാത്തെന്താണെന്നറിയാവോ? അവരൊക്കെ അടുത്ത് നാളെ പീഡിപ്പിച്ച് അവനെന്നെ കയറി പിടിച്ച് എന്നെ ഇത് ചെയ്ത് അങ്ങനെ പറയാൻ മടിക്കാത്തൊരു നാറിയാണ് ഇവള്. മനസ്സിലായ? നാറിയാണ്. ഞാൻ കൂടുതൽ സംസാരിച്ചാല് അത് വലിയ രീതിയിലുള്ള വിഷയമായി പോകും. മനസ്സിലായി? ഇവളുടെ മക്കൾ ഇവളുടെ അടുത്ത് സുരക്ഷിതരേ അല്ല. ശരിക്കും ഈ ഫ്രോഡിന്റെ അടുത്ത് ഈ മക്കൾ സുരക്ഷിതരല്ല. ഇടും, അവൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഇടും. എനിക്ക് പേഴ്സണലി വന്നാൽ മതി. ഞാൻ ഇത് ഈ ലൈവ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ട എന്ത് സാധനമാണോ ഞാൻ വരും. പക്ഷെ ഞാൻ ഈ വിഷയത്തിന്മേൽ ഇനി സംസാരം നടത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ലൈവ് വരുമെന്ന് പറഞ്ഞത്. ഇന്നെപ്പോലുള്ള കൂതറകൾ കിടന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കിടന്ന് കുത്തി മറ്റേ ആളുകളെ എന്താ ട്രിഗർ ആക്കുന്ന സംഭവമില്ല, അതിനാണ് കാട്ടവരാതം എന്ന് പറയുന്നത്. അജിത് ഷൈൻ ടോം ഒന്നുമില്ല അച്ചായൻ ഷൈൻ എന്ന് പറയുന്ന ഒരാളാണ് അച്ചായൻ. അയാളും അവളും കൂടി ചെയ്ത അപരാധം. അവൾ ഇതുവരെയ്ക്കും അച്ചായന്റെ കയ്യിൽ നിന്നുള്ള ഓഡിയോ പോയോ ഇല്ലേ അന്ന് അവൾ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ അവരെന്ത് ചെയ്തെന്നറിയാവോ? നൈസായിട്ട് ഈ പറഞ്ഞ ഷാലു എന്ന് പറഞ്ഞവളെ ഒരിക്കൽ പ്രശ്നം ആയ സമയത്ത് സജിനാനൂർ വെടിയെന്നെന്തോ വിളിച്ചു പോലും. അതിന്റെ പ്രശ്നം ഇവക്ക് തലയിലുണ്ടെന്ന് ഇവള് പല ആളുകളടുത്തും പറഞ്ഞിട്ടുണ്ട്. ഈ ശരിക്കും എനിക്ക് ഷാലുവിന്റെ അടുത്തുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, മുമ്പ് ഒരുത്തൻ വന്ന് എന്നെ ഇൻബോക്സിൽ വന്നിട്ട് ചീത്ത വിളിക്കാൻ നോക്കി, എൻ്റെ അടുത്ത് അലമ്പാൻ നോക്കിയപ്പോൾ ഞാൻ നല്ല കാട്ടവരാതെ തെറി വിളിച്ചു. എല്ലാ യൂട്യൂബിനകത്ത് ഓടിക്കൊണ്ട് കിടപ്പുണ്ട് അത്. ആ ഇന്റർവ്യൂ ചെയ്തത് ഇവളാണ്. അന്നേ ഇവള് നല്ല സൂപ്പറായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ഇവളെ മിണ്ടിയിട്ടില്ല. പലവട്ടം സജിന തന്നെ വന്ന് എടി അവള് പാവോ, അവളോട് സംസാരിക്കൊന്ന് മിണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വല്ല മൈൻഡ് കൊടുത്തിട്ടില്ല. ഞാൻ ഇന്ന് വരെ ഇവളുടെ ഈ അച്ചായൻ്റെ അടുത്ത് പോലും സംസാരിക്കുമ്പോഴും ഞാൻ അവളോട് സംസാരിക്കുന്നില്ല. കാരണം ഇതിനൊക്കെ കളഞ്ഞു വിളിച്ച സാധനങ്ങളാണ്. പബ്ലിക്കിന്റെ ഇടയിലൊക്കെ ഇത് വന്നിട്ടുണ്ട് പല ആവശ്യം. പക്ഷെ ഞാൻ ഇതിനെ എടുത്തിട്ടില്ല ഈ സാധനം ഈ നിമിഷം വരെ. അപ്പൊ ഇവൾ അങ്ങനെ വിളിച്ചത് കൊണ്ടിട്ട് ഉള്ള ഒരു പ്രശ്നം ഇവൾക്കുണ്ട് സജിനയുടെ അടുത്ത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടിട്ട് സജിനയ്ക്ക് കൊടുത്ത നല്ല 8-16 പണിയാൻ തോന്നുന്നു ആ ഇന്റർവ്യൂവിൽ പിടിച്ചിരുത്തിയിട്ട് ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ അങ്ങ് കേട്ടത്. അതാണെങ്കിൽ അവരുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഒരാളുടെ അടുത്ത് പറയാ, ദിയാസനയ്ക്ക് പറയാനുള്ളതെല്ലാം വന്ന് ചാനലിലൂടെ പറയാം. കാരണം അണ്ണന് റീച്ചാണ് വേണ്ടത്. ഷൈൻ അണ്ണന് മനസ്സിലായില്ലേ? ഷൈൻ അണ്ണന് റീച്ചാണ് വേണ്ടത്. ഷൈൻ അണ്ണൻ ഇതിന്റെ ഇടയിൽ കൂടെ നിന്നിട്ട് ഈ പറഞ്ഞ അൻവറിന് ആൻമരിയുടെ വീട്ടിന്റെ താഴത്തെ അഡ്രസ് ഉൾപ്പെടെ ആൻമരിയുടെ വീടിന്റെ താഴെ വണ്ടി കിടക്കണം എന്നൊക്കെ പറഞ്ഞ് ആ വണ്ടി എടുത്തോണ്ട് പോവാൻ കൂട്ടുനിന്നവനാണ് ഇവൻ. നമ്മൾ എന്നിട്ടും പോലീസ് വിളിച്ച് സംസാരിച്ച സമയത്ത് അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല. അയാൾക്കെതിരെ സജനയും റസൂൽ പൂക്കുട്ടിയും പർപ്പസ്ഫുള്ളി കൊടുത്തിരിക്കുന്ന ഒരു കേസാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നത്തെ ദിവസം ആൻമരിക്ക് ഒരു കോള് വന്ന സമയത്ത് അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാണ്. പക്ഷെ അതല്ല സത്യം. ഈ കള്ളനാറിയൊക്കെ ഇതിന്റെ ഇടയിൽ നിന്ന് വൻ കളിയാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് റസൂൽ പൂക്കുട്ടിയോ സജിനയോ ഒന്നും വിശ്വസിക്കാതിരിക്കുക. ഇനി എവളൊക്കെ വിശ്വസിച്ചാൽ എന്ത്, എവളൊക്കെ വിശ്വസിപ്പിച്ചാൽ എന്ത്? എനിക്കൊരു തേങ്ങയില്ല. അവള് വിശ്വസിക്കാൻ വേണ്ട, ഒരു തേങ്ങ വേണ്ട. ഇവൾ എന്തായാലും എനിക്ക് പ്രശ്നമായിട്ടുണ്ട്. അവള് ഇത്രയേ ഉള്ളൂ. അയാളും അവളും കൂടി ചെയ്ത അപരാധം അവസാനം അയാളെ ചെളിവാരി തേച്ചു, സ്വയം നാറ്റിച്ച സജിന. ഇല്ല, റസൂൽ പൂക്കുട്ടിയുടെ കഥ ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല ഗൈസ്. റസൂൽ പൂക്കുട്ടിയുടെ പല അവിഹിതങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഓട്ടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഈ സീരീസിനെ ഓട്ടിക്കും. ഈ സീരീസിൽ ആകെ ടെൻഷനുള്ള ഒരേ ഒരു പാർട്ട് ഷാദീത്ത. അയാളുടെ സ്വന്തമായിട്ടുള്ള ഒറിജിനൽ ഭാര്യ, അവരും അവരുടെ മക്കളും. പക്ഷെ പാർട്ടാക്കുന്നത് ഈ നാറിയാണ്, റസൂൽ പൂക്കുട്ടിയും ഈ പറഞ്ഞ സജിനാനൂറും. മനസ്സിലായില്ലേ? ഈ കാട്ടപരാധത്തിനെ ഒളിപ്പിച്ച് വെക്കാൻ മറ്റുള്ളവരെ നെഞ്ചത്ത് കയറി വന്ന് തടുത്ത ആള് മാറിപ്പോയി. ഫിറോസ് ഖാന്റെ നെഞ്ചത്തോട്ട് കയറി കൊടുത്താൽ മതി. ദിയാസനയുടെ നെഞ്ചത്ത് കയറണ്ട. ദിയാസനയ്ക്ക് ഒതുങ്ങാൻ സൗകര്യമില്ല. നീ ഒതുക്കത്തുമില്ല. നീ ഇനി മുക്കളിട്ട അത് നടക്കത്തില്ല. നീ നിന്റെ കേസ് കോംപ്രമൈസാ. വലിക്കണം കേസ് കോംപ്രമൈസ്. ഇല്ല, ഇവൾ ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട്. ഇവളുടെ മെന്റലി സ്ട്രിക്റ്റ് ആയിട്ട് ഇവൾ ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട്. ഞാൻ ഫിറോസ് ഖാൻ വോയിസ് കൊടുത്തിട്ടില്ല.
ഇവള് 10-13 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ആ വോയിസ് റെക്കോർഡ് ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഇവൾ എനിക്കെതിരെ MDMA ആരോപണം നടത്തിയതിനു ശേഷം ഇന്റർവ്യൂവിൽ പബ്ലിഷ് ചെയ്ത വോയിസ് റെക്കോർഡ് ഞാനാണ് ചെയ്തിരിക്കുന്നത്. ആ അതോറിറ്റി എന്റേതാണ്. അതെ അതെ, അതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ കമ്മീഷൻ ഓഫീസിൽ ഇരുന്ന സമയത്ത് ഇവളുടെ നമ്പർ എടുത്തതാണ്. ഞാൻ സ്റ്റോറി ഷെയർ ചെയ്തിരുന്ന ടൈമും വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫാണ്. സ്റ്റോറി ഷെയർ ചെയ്തിരുന്ന ടൈമും അവളുടെ ആ കോൾ വന്ന സമയം നോക്കുക. കാരണം ഞാൻ ആ ടൈമിൽ കമ്മീഷൻ ഓഫീസിലാണ്. സാറിന്റെ അടുത്ത് മുമ്പിൽ വെച്ചിട്ടാണ് ഇവളുടെ നമ്പർ നോക്കുന്നത്. അപ്പോഴത്തേക്ക് വീഡിയോ കോൾ ആയിപ്പോയി. കാരണം ഓൾറെഡി ബ്ലോക്ക്ഡ് ആയിരുന്നതിന് ഞാൻ അൺബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് അത് എടുക്കുന്നുണ്ടായിരുന്നത്. ആ നമ്പർ എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ അത് ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ വാട്സപ്പിനകത്ത് കയറിയാൽ അത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചൊരു സാധനം. അതിന് അവള് തന്ന ബദല് കണ്ടില്ലായിരുന്നു. എന്റെ കയ്യിൽ നിന്നും തട്ടിപ്പോയതാണ്. അവൾ ഉടനെ എന്നെ വീഡിയോ കോൾ ആക്കുക. അതാണ് മറ്റേത് കോംപ്രമൈസിങ്, മനസ്സിലായില്ലേ? അതാണ് അവള് 2 ദിവസം മുമ്പേ മെസ്സേജ് അയച്ചത്. തട്ടിയും കലവും ആവുമ്പോ തട്ടിയും മുട്ടിയും തേങ്ങയുടെ അരി എന്നൊക്കെ പറഞ്ഞത്, മനസ്സിലായില്ലേ? അതൊക്കെ കണ്ടുനോക്കിയാൽ മതി. ഞാൻ ഒതുങ്ങും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഇത്രയും വലിയൊരു അലിഗേഷൻ അവൾ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ വളരെ കൃത്യമായ പ്രൂഫ് സബ്മിറ്റ് ചെയ്താണ്. വളരെ കൃത്യമായിട്ട് നിങ്ങളെ മുമ്പിലാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എനിക്കെതിരെ പരാതി കൊടുക്കണോ? ഏത് മനുഷ്യനും, നിങ്ങൾ എന്നെ വിമർശിക്കുന്ന എല്ലാ മനുഷ്യനും എന്നോട് ഞാൻ പറയുന്നതാണ്. ഇനി അത് BJP-കാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ പോട്ടെ, എന്തോ ആയിക്കോട്ടെ പോട്ടെ, നിങ്ങൾ എന്നെ ഇതാക്കിക്കോ, ക്രൂശിച്ചോ. പക്ഷെ നിങ്ങൾ ചലഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എനിക്കെതിരെ ഒരു കേസ് എടുപ്പിച്ച് അതിന്റെ അന്വേഷണം നടത്തി ആ കാര്യം ചെയ്യുക. അല്ലാതെ വേറെ ഇവിടെ ഒന്നും നടക്കൂല ഗൈസ്. ഇവിടെ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കാൻ അവിടെ പോകുമ്പോ കിട്ടുന്ന സാധനങ്ങളൊന്നും അല്ല ഇതൊന്നും. സാധ്യത പറ്റിക്കൊണ്ടോ മനസ്സിലാക്കണം എല്ലാവരും. ലൂപ്പ് ലൈവ് ആണോ? നോ 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 നോ, ഒറിജിനൽ ലൈവ് ആണ് മോനെ. അതെന്താടാ എനിക്കത് മനസ്സിലായിട്ടില്ല. മാന്യത അല്ല. ഇൻഫ്ലുവൻസർ ആയിരുന്നുകൊണ്ട് ഓൺലൈനിൽ കൂടി തെറി പറയുന്നത് മാന്യത അല്ല. പക്ഷെ വിളിക്കേണ്ട സാഹചര്യത്തിൽ വിളിക്കണം. സത്യസായി ബാബ സാവിത്രി ഒന്നും അല്ല മോനെ. ചില സാഹചര്യങ്ങൾ മനുഷ്യന് വരുമ്പോഴത്തേക്ക് മനുഷ്യൻ അങ്ങനെയൊക്കെ ആയിപ്പോവും. അത് മനുഷ്യന്റെ അവസ്ഥയാ. എന്തിനാ സജിനെ വിളിച്ചത്? അവിടെ സ്റ്റോറി കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് എന്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്റെ സ്റ്റോറികൾ നോക്കൂ. എന്തിനാ സജിനയുടെ സ്റ്റോറി മാത്രം ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ? ഞാൻ അതിനുള്ള ആൻസർ ഓൾറെഡി 10 വട്ടം പറഞ്ഞു ഇതിനകത്ത്. അതുകൊണ്ടാണേ, അത് ഞാൻ വേറെ ഇതിലല്ല. സൗകര്യമില്ല സെൽഫ് കൺട്രോൾ ചെയ്യാൻ. നീ ആരാണ്? എന്റെ അച്ഛനല്ലല്ലോടോ നീ എന്നെ വന്ന് ഉപദേശിക്കാൻ. എനിക്ക് ചിലപ്പോൾ സെൽഫ് കൺട്രോൾ പോകും, ചിലപ്പോൾ എന്റെ റിയാക്ഷൻ പല രീതിയിലാകും. സൗകര്യമില്ല. ഉണ്ടായപ്പോൾ ഡിവോഴ്സായി എന്നാണോ നിങ്ങളോടൊക്കെ പറഞ്ഞു? അതെ, അന്ന് ഈ അവിഹിതം ഉണ്ടായി, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഡിവോഴ്സായി എന്നാ. ഇയാള് വിവാഹം കഴിച്ചു എന്നും പറഞ്ഞു. അത് ഷാദി ഇത്താക്ക് അറിയാമെന്നും പറഞ്ഞിരുന്നു. ഇല്ല, സീരിയസ്ലി ഷാദി ഇത്തായ അറിയിക്കണമെന്നും പറഞ്ഞിരുന്നു. അവസാനം നമ്മൾ ആ റെക്കോർഡുകളെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ മുഴുവനും ഇവരെല്ലാം തുറന്നു പറഞ്ഞു പിന്നീട്. അതായത് ഇങ്ങനെ ഷാദി ഇത്ത അറിഞ്ഞിട്ടില്ല എന്നുള്ളത്, ഫിറോസ് ഖായുമായിട്ട് ഡിവോഴ്സ് അല്ല, സെപ്പറേറ്റഡ് മാത്രമാണെന്നൊക്കെ പറഞ്ഞത്. അതിനുശേഷമുള്ള സാധനങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. നമ്മൾ എൻ്റെ ഓഡിയോയിലൊക്കെ ഇരുന്ന് കേൾക്കുന്നത്. ഇത് ഫിറോസിക്ക് അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ തമ്മിൽ ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല എന്നൊക്കെ ഞാൻ പറയുന്നത് അവർ പറഞ്ഞതിന് ശേഷമുള്ള സാഹചര്യമാണ്. അപ്പോഴും അവൾ നിൽക്കുന്നത് മുംബൈയിൽ. അവൾ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആ സന്ദർഭത്തിനെയും ഞാനൊന്ന് ത്വരിതപ്പെടുത്തി ഒത്തിരി ഒരു മയപ്പെടുത്തി ഒന്ന് സംസാരിച്ചു. സത്യം പറഞ്ഞാൽ ആ സമയത്തെ അതിനെ റിജക്ട് ചെയ്ത് മാറ്റേണ്ടതായിരുന്നു. പൈസ ഏട്ടായിമാർ കമന്റിൽ വന്നിട്ടുണ്ട്. ആ പൈസ ഏട്ടായിമാർ കറക്റ്റ് ആയിട്ട് കമന്റിൽ വന്നിട്ടുണ്ട്. കാരണം എന്റെ റീച്ച് കൂടിയതും പൈസ ഏട്ടായിമാരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അടി മോനെ പോകട്ടെ. അവിടെ നോക്കൂ, എനിക്ക് ഫേക്ക് ഐഡികളിൽ നിന്നൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പോഴാണ് കുറച്ച് കമന്റ്സ് കൂടുതലായിട്ട്. നിങ്ങൾ ഇപ്പൊ നോക്കിയാലേ അറിഞ്ഞു. ഇത്രയും നേരം മര്യാദയ്ക്കുള്ള ഓഡിയൻസ് ഉണ്ടായിരുന്നേ. ഇപ്പൊ വന്നിട്ട് മറ്റേ ഇതാക്കിക്കൊണ്ടിരിക്കുക. സൂര്യ ഇൻസ്റ്റാഗ്രാം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. അവൻ എഴുതിയിരിക്കുന്ന കമന്റ് ആണ്, മുല പിടിച്ചോട്ടെ. എടാ കാട്ടുമൈ മോനകളെ, നീയൊക്കെ ഇത് എവിടെന്ന് വരണ സാധനാണ്? ഇതൊക്കെ എവിടെന്ന് വരണാണ്? അതിന്റെ ഇടയിൽ കൂടെ കഴപ്പ് പിടിച്ച ഞാൻ എന്ത് പറയാൻ.
അയ്യോ, ഇവനൊക്കെ എന്താ ചെയ്യണ്ടേ? നോക്ക് നോക്ക് നോക്ക്, ഇവനൊക്കെ ഇരുന്നിട്ട് അയ്യോ എന്ത് ഫ്രസ്ട്രേറ്റഡ് സാധനങ്ങളാണ്. അതന്നെ, എന്താ വൃത്തികെട്ട ഇത് കാണുമ്പോ നമുക്ക് പ്രതികരണം വരൂലേ? നമുക്കിതൊക്കെ കാണുമ്പോ പ്രതികരണം വരത്തില്ലേ? സൗകര്യമില്ല. നിന്റെ അച്ഛനെ, നിന്റെ അമ്മേനെ, നിന്റെ കുടുംബക്കാരെയും നിന്റെ മക്കളെയും കൊണ്ടുവന്നാൽ പോലും നിനക്ക് തന്നെ ഒതുക്കാൻ പറ്റൂല അജിത്തെ. നീ വലിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. അവൻ കുറെ നേരമായി വന്ന് എൻ്റെ അടുത്ത് കുറെ ക്വസ്റ്റ്യൻ, അവന്റെ കുറെ കേണ അവസരം എന്നെ ഒതുക്കാൻ വേണ്ടി വന്നേക്കണം. നീ കുറച്ചൊന്ന് ഒതുങ്ങിയിരുന്നോ എന്ന്. നീ എന്ന് എന്നാ നോക്കണേ, ചേട്ടന്റെ ആദ്യമൊക്കെ വന്നിരുന്നത് എന്നെ കാട്ടവരാതായിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കണേ, നിങ്ങളുടെ ഭാഗത്ത് പല തെറ്റുകളുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇനി നിങ്ങൾ അല്പം ഒതുങ്ങാൻ നോക്കൂ. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്, അത് ഓർമ്മയിരിക്കട്ടെ. ഞാൻ ആരുടെയും സപ്പോർട്ടല്ല, പക്ഷെ അവരെ പോലെ ആകാതെ ഇരിക്കാൻ നോക്കൂ. അയ്യോടാ, ഏട്ടായി വന്നു, ഏട്ടായിയുടെ സെറ്റ്. ഇത്രയും നേരം ഏട്ടായി ഉണ്ടാക്കി. ഏട്ടായിയെ ഞാൻ സ്വീകരിച്ചു കേട്ടോ. ഏട്ടായി പൊന്നെ, ഒറ്റൊരു അക്കൗണ്ട് മാത്രമാണ് കേട്ടോ, സൂര്യ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് പുതുതായിട്ട് എന്തോ ഉണ്ടാക്കി. ഞാനിപ്പോ നോക്കി, ഉണ്ടാക്കിയിട്ട് വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് ചീത്ത മാത്രം പറയാണേ. സായി രേണുവിനെ പൈസ കൊടുത്തതിന് ഷഫീന ബീവി കളിയാക്കി വീഡിയോ ഇട്ടേക്കുന്ന. അവക്ക് എന്ത് കളിയാക്കി കൂടാത്തെ? അവള് കൊടുത്തില്ലല്ലോ, അവളെ വിറ്റ് തിന്നല്ലേ ചെയ്തത്. അവളെ വിറ്റ് തിന്നിട്ട് തൂറിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. അവളിപ്പോ ഒരു 2 നില വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അവളുടെ പൈസയുടെ സോഴ്സ് ഉണ്ട് ആരും അന്വേഷിക്കാത്തെ. അവളുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് നോക്കൂ. അവള് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കണ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അവള് കയ്യിലാണ് വാങ്ങിക്കുന്നത്, കയ്യിലാണ് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കുന്നത്. പണ്ട് ഈ യുക്തിവാദി ടീമുകൾ, ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ എന്താ ആരിഫ് ആയിക്കോട്ടെ, ലിയാഖത്ത് അലി ആയിക്കോട്ടെ, ജാമിദ ടീച്ചർ ആയിക്കോട്ടെ, ഇവരൊക്കെ വളരെ കൃത്യമായിട്ട് ഈ കാട്ടവരാതിയെ ഒതുക്കിയതാണ്. ശരിക്കും ഈ കാട്ടുമൂറിയെ നല്ല രീതിയിൽ ഒതുക്കിയതാണ്. അതിനൊക്കെ ശേഷം ഒരു പ്രാവശ്യം ഇവളുടെ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള അക്കൗണ്ട് അടിച്ചുപോയി. പിന്നെ ഒരു പ്രാവശ്യം അത് അടിച്ചുപോയി. നമ്മൾ ഈ യൂട്യൂബിനകത്ത് വന്നിരുന്ന് ഇതുപോലെ കുറെ തെറി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടില്ലേ? അതിനകത്തുനിന്ന് വരുമാനം ഉണ്ടാകില്ല. അങ്ങനെ തിന്നണതൊക്കെ പോയി ചത്ത് കളയണം. കുറച്ച് നാറിയ 2-3 ഉണ്ട് ഇതിനകത്ത്. അവനൊക്കെ പോയി ചത്ത് കളയണം അവനൊക്കെ. കാരണം എങ്ങനെയെങ്കിലും ആരെ അപരാധിച്ച് പണം തിന്നുന്നവര് ചത്ത് കളയണം. പക്ഷേ അഭിപ്രായങ്ങൾ പറയാനും വിമർശിക്കാനും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനുമുള്ള ചാനലുകൾ വളരണം. അവർ സംസാരിച്ചുകൊണ്ടിരിക്കണം. കുറേ ഇരുന്ന് പല ആളുകളും കിടന്ന് പലതും ഇരുന്നുകൊണ്ട് പറയും. എന്നെ വരെ വിമർശിച്ചാലും എനിക്ക് തെറ്റില്ലാതെ തോന്നുന്ന 1, 2, 3 യൂട്യൂബേഴ്സ് ഉണ്ട് ശരിക്കും. കാരണം അവർ പല വിഷയങ്ങളിലും വളരെ സീരിയസ് ആയിട്ട് അവരൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. മനസ്സിലായില്ല? ഇതുപോലത്തെ ഇത്തരം ആളുകളെയൊന്നും അല്ല എടുത്ത് വെക്കാനുള്ളത്. അവരെ സോഴ്സ് പരിശോധിക്കും. ഈ അടുത്തുകൂടി റസൂൽ പൂക്കുട്ടിയുടെ ഓഫീസിൽ നിന്ന് വന്ന പണത്തിന്റെ സ്റ്റാറ്റസ് ആണ് അതിനകത്ത്. നിങ്ങൾ മഞ്ഞുമലയുടെ അറ്റം പൊട്ടിച്ച് മുൻപോട്ട് പോയി സ്വയം കുഴി ചാടാതെ അങ്ങോട്ട് നിന്ന് ഈ പാടാനീറ്റ്. ആ ഷെഫീനയുടെ ഒതുക്കം വല്ല ഇതുണ്ടോ? ദിയ നാട് എവിടെയാണ്? ട്രിവാൻഡ്രം ആണേ. ഗോൾഫ് ലിങ്സ് റോഡിലാണ് താമസിക്കുന്നത്. കവടിയാറ്. സ്വന്തം സ്ഥലം എംപയർ. അല്ല, അതാ പറഞ്ഞത്, ഈ പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്ത് അയാളുടെ വൈഫിനെ അറിയിക്കാനുള്ള സാഹചര്യം അല്ല ഉണ്ടായത്. ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു ഇവരുമായിട്ടുള്ള ബന്ധം. പിന്നെ വന്നിരിക്കുന്നത് എനിക്കെതിരെ ഈ അലിഗേഷൻ വെച്ച സമയത്താണ് എനിക്കിത് പറയേണ്ടി വന്ന സാഹചര്യം വന്നത്. ശരിക്കും ഇന്ന് അവരുടെ ഭാഗത്തുനിന്ന് കോണ്ടാക്ട് ഉണ്ടായി. എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് കോണ്ടാക്ട് ഉണ്ടായ റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇരുത്തിയിരിക്കുന്ന ഒരുത്തി ഉണ്ട്, അവളെ നിങ്ങൾ ആദ്യം ഒതുക്ക്. അവളെ ഒതുക്കിയിട്ട് നിങ്ങൾ വാ, അല്ലാതെ എൻ്റെ അടുത്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞു. അവളെ ഒതുക്കാൻ പറ്റുന്നില്ല. അവളെ ഒതുക്കാൻ ഒരു തരത്തിലും പറ്റുന്നില്ല. അയാൾ നല്ല രീതിയിൽ പേടിക്കുന്നത് എന്നെ വേറെ രീതിയിലാണ്. അയാളുടെ ബാക്കി കഥകളും വെളിയിൽ വന്ന് ഇതാവുന്നുള്ള രീതിയിലാണ്. എന്തൊക്കെയാണെങ്കിലും കൊണ്ടുവരും. ഇല്ല, ഓർത്തിട്ടില്ല. പൂക്കുട്ടിയുടെ ഭാര്യനെ പറ്റിയിട്ട് ഞങ്ങളോട് പറഞ്ഞത്, പൂക്കുട്ടിയുടെ ഭാര്യയ്ക്ക് അറിയാം ഈ വിവാഹം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഓർക്കാതിരുന്നത്. ഇപ്പൊ ഞങ്ങൾ അത് ഓർക്കുന്നു. ഞങ്ങൾ അതിന് ഖേദം പ്രകടിപ്പിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. അത് ഏത് മനുഷ്യനോടും. തെറ്റാണ്. അത് അറിഞ്ഞതിന് ശേഷം പക്ഷെ കൂട്ടു നിന്നിട്ടില്ല. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, അത് അറിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കലും കൂട്ടു നിന്നിട്ടില്ല.
പക്ഷെ അതിനുശേഷം അവരുടെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞില്ല, അത് ആവശ്യമില്ലായിരുന്നു, ഞാനത് ഒഴിവാക്കിയായിരുന്നു. എനിക്കെതിരെ അലിഗേഷൻ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇതുപോലും സംസാരിക്കേണ്ടി വന്നത്. സജന റസൂൽ റിലേഷൻസ് സത്യത്തിൽ ഇപ്പോൾ എന്താണ്, അവർ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നത്, സത്യത്തിൽ അവൾ പ്രഗ്നന്റ് ആണെന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ഒരു 1 വീക്കിന്റെ ഒരു ഫോട്ടോ അവൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് ഈ പ്രശ്നം നടന്നതിന്റെ 1 മാസം മുമ്പ് ഇവളും അയാളും വിവാഹം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ മൊത്തം നടക്കുന്നത്. ഇവിടെ മറ്റേ എന്താ നമ്മുടെ ബോംബെയിൽ പ്രശ്നങ്ങൾ മൊത്തം നടക്കുന്നത്. അതല്ലാതെ എനിക്കറിയില്ല. എനിക്കത് ആ സമയത്ത്, ആ പ്രശ്നം നടന്ന സമയത്താണ് അവർ ഈ സാധനം അയക്കുന്നത്. അത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് അറിഞ്ഞൂടെ. 4 വീക്കെന്ന് അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് വേറെ ആരൊക്കെയോ യൂട്യൂബിനകത്ത് ആ ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഫിറോസ് ഖാന്റെ അക്കൗണ്ടിൽ ആ സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ അതിനുശേഷം ആ ഫോട്ടോ ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക്, ആൻമരിക്ക്, പല ആൾക്കാർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അവള് പ്രഗ്നന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം കുറെ അധികം ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ അച്ചായൻ, ആൻമരിയ ഞാൻ മാത്രമൊന്നല്ല, വേറെ ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിലൊക്കെ ഉണ്ട് ഈ സാധനം. അവരൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ അവരിറങ്ങും, അത്ര തന്നെ. അപ്പൊ ഇതിനകത്ത് ഉള്ളതാണോ, അതിന് അയാളുടേതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പ്രഗ്നൻസി വസ്തുതയാണോ, അയാളുടെ തന്നെ പ്രഗ്നന്റ് ആണോ, കുട്ടി ഇപ്പൊ ഉണ്ടോ, ഇതൊന്നും എനിക്കറിയില്ല. ചേച്ചി കമന്റ് നോക്കി അശ്വതി, തെറ്റ് കണ്ടാൽ തിരുത്തണം, അതാണ് യഥാർത്ഥ സുഹൃത്ത്. ഉറപ്പായിട്ടും നമ്മൾ തെറ്റ് കണ്ട സമയത്ത് അപ്പോഴേ ഒഴിവാക്കിയത്. കാരണം അപ്പോഴാണ്, പിന്നീടാണ് അറിഞ്ഞത് കുറെ പ്രശ്നങ്ങളുള്ള ഒരു കേസ് കെട്ടിലാണ് ചെന്ന് വീണിരിക്കണേന്ന്. നെഗറ്റീവ് എന്ത് അയച്ചോട്ടെ, അത് മൈൻഡ് ചെയ്യണ്ട. അത് അവളെ പോലെ ഉള്ള ഉടായ്പകളാണ്. ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ ഷിഫ, താങ്ക് യു. പക്ഷെ പറയണം, എല്ലാം പറയണമല്ലോ. നമ്മൾ മറ്റേ നമ്മൾ പോസിറ്റീവ് വൈബിൽ ഓറയിൽ ഇരുന്ന് സംസാരിക്കണം വിചാരിക്കണ്ടല്ലോ. നമ്മൾ പറയാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. ഒരിക്കലും. എന്റെ സ്റ്റോറി കണ്ടായിരുന്നോ അശ്വതി? രേണുവിനെ നെഗറ്റീവ് പറയുന്ന ആരായാലും കർമ്മ എന്ന കാര്യമുണ്ട്. ഇപ്പോൾ വേണോലും ഇങ്ങനെ വേണോലും തിരിച്ചു കിട്ടും, ഷുവർ, ഉറപ്പായിട്ടും. കാരണം ആ പെണ്ണിനെ അപ്പാടെ ആക്രമിച്ചു. അത് രസം കേൾക്കണേ. രേണുവിനെ പോലെ എന്നെയും പാറിക്കൊണ്ടിരുത്തിട്ട് രേണുവിനെ പിടിച്ചിട്ട്, അയ്യോ, അതൊക്കെ കേൾക്കുമ്പോ ചിരിയാ പിന്നെ വന്നിട്ടുള്ളത്. ദിയാസനയോടൊപ്പം താങ്ക് യു സോ മച്ച്. മുഹമ്മദ് ഷാൻ, കാവേരി ഹായ്. ദിയ ചേച്ചി ഹായ്. ലീനു ഷഫീന, പുള്ളിക്കാരിയെ ഒരു മൈൻഡ് ചെയ്യുന്നു ചേച്ചി. ബോധമുള്ളവർ മൈൻഡ് പോലും ചെയ്തില്ല. അവരുടെ സ്റ്റോറി കേട്ടല്ലേ അറിയാം. ഓ യെസ്, അതെ. നൗഫിയ ബി സ്ട്രോങ്, താങ്ക് യു സോ മച്ച്. ദിയ മോളെ, കോംപ്രമൈസ് നടക്കില്ല. എന്ത് കോംപ്രമൈസ്? നീയല്ലേ ചട്ടിയും കലവും മുട്ടിയൊക്കെ വരുമെന്നൊക്കെ പറയണത്. കോംപ്രമൈസ് ഏതൊരു സജന മോൾ 2 വന്ന് ഒരു അക്കൗണ്ട് വന്നിരിക്കുന്നു. കോംപ്രമൈസ് വലിക്കണം നീ കുറെ 5-6. ഒരു വല്ലാത്ത പൂക്കുട്ടി തന്നെ. ഇതിന് ഇവളുടെ ഫേക്ക് ഐഡി ആണോ? ഇവള് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇവൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു ചൊറികൾ ഇറങ്ങിയിട്ടുണ്ട്. അതെ, കുറച്ച് ചൊറികൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ തീർത്തു കൊടുക്കാതെ. ദേഷ്യം കുറയ്ക്കുന്ന ദിയ, സൗമ്യതയിൽ സംസാരിക്കും. യെസ്, ഓഫ് കോഴ്സ്. പക്ഷെ ചില സാഹചര്യങ്ങൾ മനുഷ്യനെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നതാണ് നിങ്ങളീ കാണുന്ന എൻ്റെ ദേഷ്യം. അതെൻ്റെ ഒരു ഇമോഷനാണ്. ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. പക്ഷെ ഇത്തരം സാഹചര്യങ്ങൾക്ക് എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ചേച്ചി സപ്പോർട്ട് സ്പിങ്സ്, താങ്ക് യു സോ മച്ച്. സജന മോൾ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വെടിസന കളിച്ചിട്ട ഉണ്ടാക്കുന്നത്. എന്താ ഇനി ഞാൻ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞപ്പോൾ സജനയ്ക്ക് കയറി ഫീൽ ചെയ്തതാണോ എന്തോ. എപ്പോ എല്ലാം പുറത്തായി നിന്റെ മുഖം, എന്റെ മുഖം ഇതായിരിക്കുന്നു പുറത്ത് മുഖം. ഇൻബോക്സ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, റിപ്ലൈ തന്നില്ല. നോക്കാം. രമ്യ ഒരു ഹായ് പറയാമോ? രമ്യ ഹായ്. ആ വോയിസ് ദിയ ലീക്കാക്കി എന്ന് അവർ പറയുന്ന ലോജിക്ക് ഇല്ലാത്തത് എന്തൊക്കെയോ പറയുന്നു. യെസ്, ഓഫ് കോഴ്സ്. അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അത് മതി, അത് പറയ്. ദിയാസനയ്ക്കൊപ്പം താങ്ക് യു ശില്പ, താങ്ക് യു നന്ദു, താങ്ക് യു ലാൽജി, താങ്ക് യു രമ്യ. റസൂലിന്റെ ഭാര്യയോട് മാന്യത കാണിക്കേണ്ടത് ദിയാണ്. കഷ്ടം തന്നെ. അതെ, അത് ആലോചിച്ചോക്കണം. അത് കറക്റ്റ് പോയിന്റ് കേട്ടോ രമ്യ. ഇവിടെ വന്ന് എന്നെ ചോദ്യം ചെയ്യുമ്പോഴേ റസൂലിന്റെ ഭാര്യ അടുത്ത് ഞാനാണ് മാന്യത കാണിക്കേണ്ടത്.
അതാ രസമാ ഇതൊക്കെ. ഇവിടുത്തെ കമന്റ്സ് കണ്ടാൽ ഭയങ്കര രസമാ. സജന ചേച്ചിയുടെ ഫേക്ക് ഐ ഡി വെച്ച് മെസ്സേജ് ആണ്. കറക്റ്റാ, 10 മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. ഇനി അവളെ പേര് പറഞ്ഞ് ആരെങ്കിലും ഇതാക്കണാണ്. അത് എന്ത് പറഞ്ഞാലും നമുക്കത് മനസ്സിലാവില്ല, അതുകൊണ്ടിട്ട് തിരിച്ച് പറഞ്ഞു പോകും. ആക്ച്വലി എൻ്റെ ഒരു ഡൗട്ട്, റസൂലിന് സജനയായിട്ട് കുറേ കാലം കൊണ്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് മനസ്സിലായില്ലേ പുള്ളിക്കാരി ടോക്സിക് ആണ്, വലിയ ആക്കും അത് അറിയില്ലേ? അങ്ങനെ റസൂൽ എന്താ വീണ്ടും ഒരു പ്രഗ്നൻസി പ്ലാൻ? ഡോക്ടർ അമൽ ചന്ദ്രൻ, ഇത് അയാൾ എന്നെ ഇരുന്ന് പറയുന്നില്ല, രണ്ടാമത്തത് എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു, മറ്റേത് മറിച്ചതെന്നൊക്കെ. ഇത് എന്താണെന്ന് അറിയില്ല കഥ. ഇത് അവരുടെ മാത്രം പ്രൈവസിയിൽ ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണ്. അത് റസൽ പൂക്കുട്ടി ഇവളെ ഇതാക്കിന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം ബാക്കിയൊക്കെ കഥ കാണാം നമുക്ക്. ഹോയ് ഹോയ്, ആ കണ്ണട വെച്ച മുട്ടയ്ക്ക് നല്ലത് കൊടുക്കുക. ശൈല, അത് കമന്റ് ബോക്സുകൾ പ്രതികരിക്കാൻ തുടങ്ങി. നിങ്ങളായിക്കോട്ടോ, ഞാൻ വിട്ട്. ശില്പ സപ്പോർട്ട്, താങ്ക് യു. ഇയാൾ ജീവിക്കുന്നതിൽ ഇവർക്ക് കടുത്ത അമർഷം ഉണ്ടായിരുന്നു അല്ലേ? ഷാദിത്തയോട് അയാൾ അതെ 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 അതെ, യെസ് യെസ്, അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അനഖ സ്റ്റാൻഡ് വിത്ത് യു, താങ്ക് യു. തെറ്റില്ല എങ്കിൽ മറുപടി കൊടുക്കേണ്ടവർക്ക് കൊടുത്തു തന്നെ പോണം ചേച്ചി. യെസ് ഓഫ് കോഴ്സ് ലീനു, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഹായ് ലാലി, ദി ചേച്ചിക്കൊപ്പം, താങ്ക് യു ദേവിക. ദി ചേച്ചി ഫുൾ സപ്പോർട്ട് നിങ്ങളെ, താങ്ക് യു. യു ഹാവ് ടു ഗോ ടു cheapness also and shame her. What she did you was not right. You need to show her true face. Yeah, of course, ഞാൻ അതാണ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ ചേച്ചി അശ്വനി. അതേ, കമൻറ്റ് ബോക്സ് വായിക്കേണ്ടത് കുറച്ച് ചൊറികൾ ഇറങ്ങിയിട്ടുണ്ട്, മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ. ഷുവർ. സജനയും ലിപ്സ്റ്റിക്കും ഇട്ട് തന്നെ വരാറ്. മിനിസ്റ്ററോടുള്ള വീഡിയോ മേക്കപ്പ് ഇല്ല, ബട്ട് ഓൾ അതർ വീഡിയോ ആൻഡ് ദിയസന ബിഗ് ഫാൻ ഫ്രം അരുൺ ശശാങ്കൻ. ഓ മൈ ഗാഡ്, താങ്ക് യു സോ മച്ച് ഡിയർ. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. എനിക്ക് ഈ കമന്റ് ബോക്സ്, ഈ സപ്പോർട്ടിങ് എല്ലാം കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയി. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. ഞാൻ എന്തായാലും പോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കൊണ്ട് കിട്ടേണ്ട കുറച്ചൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഐ ആം ഗോയിങ് ടു കുറച്ച് പണികളുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ഗൈസ്, ഫോർ യുവർ ഓൾ സപ്പോർട്ട് ആൻഡ് എല്ലാത്തിനും താങ്ക് യു.